1 Corinthians chapter 12 verses 4 to 11. 1 കൊരിന്ത്യർ 12 അധ്യായം 4 മുതൽ 11 വരെ. പ്ലീസ് ശ്രീ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഈ കഴിഞ്ഞ സെഷനിൽ ഇംപാർട്ടേഷനെ കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ സമാന്തര ചിന്തകൾ, സിംബൽസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആ വിഷയത്തെക്കുറിച്ചും നമ്മൾ കേൾക്കുവാനിടയായി. ഒത്തിരി പേരിങ്ങനെ പറഞ്ഞു, സിംബൽസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കംപ്ലീറ്റ് ചെയ്യണം, 3 എണ്ണവും കൂടെ ഉള്ളൂ, 4 എണ്ണവും പറഞ്ഞായിരുന്നു, ആ 3 എണ്ണവും കൂടെ ഒന്ന് ഓടിച്ച് പറയണം എന്ന് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചു. ഇന്ന് രാവിലെയും US നിന്നും കാനഡയിൽ നിന്നും 1-2 പ്രിയപ്പെട്ടവർ പേഴ്സണലി എൻ്റെ നമ്പറുള്ളവർ അവരെനിക്കും ഇതേ കാര്യം മെസ്സേജ് ആയിട്ടിട്ടു. ഞാൻ 2 ഇറങ്ങുന്നു, പൗലോസ് പറയുന്നത് പോലെ. ഞാൻ അതിലേക്ക് ആ 3 കാര്യങ്ങൾ എടുക്കാൻ നിന്നാൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതിൽ ഇന്ന് 3 കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഇതിൻ്റെ സമയങ്ങൾ എങ്ങനെ പോകും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാൻ. നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്കത് സമയമെടുത്ത് വളരെ കാര്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ള സമയം എൻ്റെ മുൻപിലില്ല. 3 കാര്യങ്ങൾ കൂടെ മാത്രമേ നമ്മൾക്ക് അതിൽ എൻ്റെ ചിന്തയിൽ പെൻഡിങ് ആയിട്ടുള്ളൂ. ആക്ച്വലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത് പാസ്റ്ററെ? വിൻഡിനെ കുറിച്ച് പഠിച്ചു പാസ്റ്റർ. ഓയിൽ, വിൻഡ്, ഫയർ, സീൽ, ഡൗ, വാട്ടർ ആൻഡ് വൈൻ. എണ്ണ, കാറ്റ്, തീയ്, മുദ്ര അഥവാ സീൽ, പ്രാവ്, വെള്ളം, വീഞ്ഞ്. ഈ 7 കാര്യങ്ങളോടുകൂടെയാണ് പരിശുദ്ധാത്മാവിനെ സിംബലൈസ് ചെയ്തിരിക്കുന്നത്. ദൃഷ്ടാന്തമായി, പ്രതീകമായി, അടയാളമായി വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ എണ്ണയെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും തീയെക്കുറിച്ചും സീലിനെക്കുറിച്ചും അല്പമായി നമ്മൾ കേൾക്കാനിടയായി. 3 കാര്യമാണ് നമ്മുടെ മുമ്പിൽ പെൻഡിങ് ആയിട്ടുള്ളത്: ഡവ്, വൈൻ and water. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 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 നിങ്ങൾ എത്ര പേർക്ക് അത് കേൾക്കാൻ സന്തോഷമുണ്ട്? Yes. Praise God. Okay. Amen. Thank you Jesus. Hallelujah. ഈ യേശുവിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നത് പ്രാവെന്ന പോലെയാണ്. അപ്പോസ്തലന്മാരുടെ മേളിൽ പരിശുദ്ധാത്മാവ് പിളർന്ന അഗ്നിനാവുകളായി ആണ് കടന്നു വന്നത്. ഈ പ്രാവോ തീയോ കാറ്റോ എണ്ണയോ വീഞ്ഞോ ഇതൊന്നും പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണ്, സിംബൽസ് ആണ്. കാറ്റിനുള്ള സ്വഭാവം, എണ്ണയ്ക്കുള്ള സ്വഭാവം, വീഞ്ഞ് വെളിപ്പെടുത്തുന്ന സ്വഭാവം, പ്രാവിനുള്ള സ്വഭാവം,
തീക്കുള്ള സ്വഭാവം Yes. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ വെളിപ്പെടും. Yes. Amen. ശിംശോന്റെ മേളിൽ ആത്മാവ് വന്നപ്പോൾ അവന്റെ മേളിൽ കെട്ടിയിരുന്ന കയർ കരിഞ്ഞുപോയി. Yes. ഹോളി സ്പിരിറ്റ് അവന്റെ മേളിൽ തീയായിട്ടാണ് വന്നത്. Yes. Yes. ദാവീദിന്റെ മേളിൽ സാമുവേൽ ആത്മാവ് അവന്റെ മേളിൽ വരുവാൻ തൈലക്കൊമ്പിൽ നിന്നും എണ്ണയാണ് ഒഴിച്ചത്. Yes. ആ എണ്ണ പകരപ്പെടുമ്പോൾ ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു. Yes. യേശുവിന്റെ മേളിൽ പരിശുദ്ധാത്മാവിന് പ്രതീകമായി വന്നത് പ്രാവാണ്. Amen. Dove. Yes. Matthew chapter 3 and Mark chapter 1, Luke chapter 3. Luke chapter 3 verse 21 and 22 please. ലൂക്കോസ് 3:21-22. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ഈ പ്രാവ് എപ്പോഴും സമാധാനത്തിന്റെ അടയാളമാണ്, സമാധാനത്തിന്റെ ചിഹ്നമാണ്. പ്രാവിനെ ഭരണാധികാരികൾ കൂട്ടം കൂടി നിന്ന് അവരുടെ രാജ്യത്തിന് വേണ്ടി പറത്തി വിടുന്നത്, ദേശത്തിൽ അവരിങ്ങനെ പറത്തി വിടുന്നത് അത് കാണിക്കുന്നത് പീസ്, സമാധാനം എന്നുള്ളതാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരുമ്പോൾ സിംബലൈസ് ചെയ്തിരിക്കുന്നത് പ്രാവ് എന്ന രൂപത്തിലാണ്. പ്രാവ് വളരെ ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കതയുള്ളതാണ്. നിഷ്കളങ്കതയുള്ള, മുഖത്ത് നോക്കിയാൽ പ്രാവിലൊരു നിഷ്കളങ്കതയുണ്ട്. വളരെ നിഷ്കളങ്കമായ ഒരു പക്ഷിയാണ് പ്രാവ്. കാക്ക കാല് വെക്കുന്നിടത്ത് പ്രാവ് കാല് വെക്കത്തില്ല. അതാണ് നോഹയുടെ കാലത്ത് കണ്ടത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നോഹ പെട്ടകത്തിനകത്ത് നിന്ന കിളിവാതിൽ തുറന്നിട്ട് ഒരു മലങ്കാക്കയെ പുറത്തു വിട്ടു. കാക്ക പുറപ്പെട്ടു പോയും വന്നും കൊണ്ടിരുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ വെള്ളം കുറഞ്ഞു പോകുമെന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പറത്തി വിട്ടു. ബൈബിൾ പറയുന്നു, സർവ്വഭൂമിയിലും വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. കാക്ക അഴുകിക്കിടക്കുന്ന പോത്തിൻ്റെ മേളിൽ കാല് വയ്ക്കും, ചത്ത എലിയെ കൊത്തും. പക്ഷേ അഴുക്ക് വെള്ളത്തിനകത്ത് പ്രാവ് കാല് വയ്ക്കത്തില്ല. പരിശുദ്ധാത്മാവേശുവിന്റെ മേളിൽ വന്നത് പ്രാവായിട്ടാണ്. പ്രാവിനെപ്പോഴും മറ്റു പക്ഷികളിൽ നിന്നും ഒരു സെപ്പറേഷൻ ഉണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്പർ 1, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അവൻ എല്ലാവരെ പോലെയും ആയിരുന്നില്ല, അവൻ എല്ലാവരിലും ഒരുവനായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ചവിട്ടുന്നതിനകത്ത് ചവിട്ടാൻ നിങ്ങൾ പോകത്തില്ല. എല്ലാവരും കൂടുന്നതിൽ കൂടാൻ നിങ്ങളെ കിട്ടത്തില്ല. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു ഹോളിനെസിന്റെ ഒരു സെപ്പറേഷൻ, എപ്പോഴും വിശുദ്ധിയുടെ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കുണ്ടാകും. ഗോതമ്പ് മണികൾ ഒന്നിച്ച് കൂട്ടി വാരിയിട്ടിരിക്കുമ്പോൾ കാക്കയും കിളികളും ഒക്കെ വന്ന് അത് കൊത്തിപ്പിറക്കി തിന്നുമ്പോൾ പ്രാവ് അതിൻ്റെ ഇടയ്ക്ക് കയറാൻ വരത്തില്ല. പ്രാവുകൾ ഒന്നിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാക്കയും കിളികളും അതിൻ്റെ ഇടയ്ക്ക് വന്നിറങ്ങിയാൽ പ്രാവ് പറന്നു പോകും. പ്രാവ് എപ്പോഴും സെപ്പറേഷന് വേണ്ടി നിൽക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മണവാട്ടിയായ സഭയെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, കടും തൂക്കിൻ്റെ മറവിലും പാറയുടെ ഇടുക്കിലും മറഞ്ഞിരിക്കുന്ന
എൻ്റെ കുറുപ്രാവേ, എൻ്റെ കുറുപ്രാവേ, നിന്റെ ഇണ വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാവ് എവിടെ കാല് കുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാനൊരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. നോഹയുടെ കാലത്ത് പ്രാവ് കാല് കുത്താതെ മടങ്ങി വന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. പ്രാവ് കാല് കുത്തി ഒലിവിൻ്റെ ഇലയുമായി തിരിച്ചു വന്നപ്പോൾ നോഹയോടുള്ള ബന്ധത്തിൽ, ഭൂമിയോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ സീസൺ ആരംഭിക്കുകയാണ്. ന്യൂ സീസൺ. പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് നിന്റെ മേളിൽ വന്നിറങ്ങിയാൽ ഒരു പുതിയ സീസൺ, ഒരു പുതിയ കാലഘട്ടം നിങ്ങളുടെ മേളിൽ ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, ഇത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പ്രാവ് പരിശുദ്ധിയെ കാണിക്കുന്നു. വളരെ പ്രസിദ്ധനായ ഒരു വേദ പണ്ഡിതൻ പറഞ്ഞൊരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവെന്ന പ്രാവ് നിന്റെ മേളിൽ വസിക്കുന്നു, അത് നിന്റെ മേളിൽ ഇരിക്കുന്നു. അതുകൊണ്ട് നീ നടക്കുമ്പോൾ, ഓടുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നീ നടക്കാൻ. നിന്റെ നടപ്പുകളെ നീ സൂക്ഷിക്കണം, നിന്റെ ഓട്ടങ്ങളെ നീ സൂക്ഷിക്കണം. കാരണം നിന്റെ മേളിൽ വന്നിരിക്കുന്ന പ്രാവ് നിന്നെ വിട്ടു പോകരുത്. You be very careful. Hallelujah. This is Tao. Second thing, പരിശുദ്ധ ആത്മാവിനെ വെള്ളത്തോടുകൂടെ, വാട്ടർ, ഇത് മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട ഒന്നാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളോട് അത് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വെള്ളത്തോടുകൂടി ഉപമിക്കുന്നു. യോഹന്നാൻ 7:37, 38, 39 വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. പരിശുദ്ധാത്മാവിനെ ഒഴുകുന്ന വെള്ളത്തോടു കൂടെ പ്രതീകാത്മകമായി യേശു ഉപമിക്കുകയാണ്. വെള്ളത്തിന്റെ പ്രത്യേകത, വെള്ളം ശുദ്ധിയുള്ളതാണ്. പരിശുദ്ധാത്മാ ശുദ്ധിയുള്ളതാണ്. വെള്ളത്തിന് പ്രത്യേകിച്ച് നിറമോ മണമോ രുചിയോ ഇല്ല. പക്ഷെ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. വെള്ളത്തിന് പ്രത്യേകിച്ച് രൂപമില്ല. പക്ഷെ വെള്ളം കൂടാതെ ഒന്നിനും രൂപമുണ്ടാകുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിനക്കൊരു ഷേപ്പ് ഉണ്ടാകത്തില്ല, നിനക്കൊരാകൃതി ഉണ്ടാകത്തില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വെള്ളത്തിന് മാത്രമേ മണ്ണിനെ അലിയിക്കാൻ കഴിയൂ. വെള്ളത്തിന് മാത്രമേ ഈ മണ്ണിനെ ഉടയ്ക്കാൻ കഴിയൂ. വെള്ളത്തിന് മാത്രമേ ഈ മണ്ണിനെ ഷേപ്പ് ചെയ്യാൻ കഴിയൂ. മനുഷ്യ, നീ മണ്ണാകുന്നു. നീയാകുന്ന മണ്ണിനെ ഉടയ്ക്കാൻ, അതിനെ അലിക്കാൻ, നിന്റെ ഹൃദയം ഉടയാൻ നിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വരേണ്ടത് ആവശ്യമായിരിക്കും. ലോകപ്രകാരം ഒഴുകുന്ന വെള്ളങ്ങൾ പച്ചവൃക്ഷങ്ങൾക്ക് ഒന്നും കൂടെ പച്ചിപ്പ് നൽകുന്നു. കാവേരിയുടെയും ഗംഗാനദിയുടെയും ഇവിടെ കാണുന്ന പല നദികളുടെയും തോടുകളുടെയും ഒക്കെ കരയിൽ നിൽക്കുന്ന പച്ചവൃക്ഷങ്ങൾക്ക് ഈ ഒഴുകുന്ന വെള്ളവും പെയ്തിറങ്ങുന്ന മഴയും കുറേയും കൂടെ പച്ചിപ്പ് നൽകുന്നു. എന്നാൽ ഉണങ്ങിപ്പോയ ഒരു റോസാ ചെടിയെ, ഉണങ്ങിപ്പോയൊരു വൃക്ഷത്തെ പമ്പാ നദിയുടെ നടുക്ക് കൊണ്ട് നട്ടാലും അത് കിളിർക്കുകയില്ല. വേര് വരെ ഉണങ്ങിപ്പോയൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ എത്ര വെള്ളമൊഴിച്ചിട്ടും ഒരു കാര്യവുമില്ല. ലോകപ്രകാരം ഒഴുകുന്ന നദികൾക്ക്, ലോകപ്രകാരം ഒഴുകുന്ന വെള്ളങ്ങൾക്ക്, പച്ചവൃക്ഷങ്ങൾക്ക് ഒന്നും കൂടെ പച്ചിപ്പ് കൊടുക്കാൻ കഴിയുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നദിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത, അത് പച്ചയുള്ളതിന് പച്ചിപ്പ് കൊടുക്കുന്നത് മാത്രമല്ല, അത് ഉണങ്ങിപ്പോയതിനെ പച്ചിപ്പ് നൽകുന്ന, അത് ഉണങ്ങിപ്പോയതിനെ വളർത്തുന്ന നദിയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഡ്രൈ ആണോ? നിങ്ങളുടെ പ്രെയർ ലൈഫ് ഡ്രൈ ആണോ? നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് ഡ്രൈ ആണോ? നിങ്ങളുടെ ഫെയ്ത്ത് ഡ്രൈ ആണോ? പരിശുദ്ധാത്മാവിന്റെ നദി അതിന് പച്ചിപ്പ് നൽകുന്നതാണ്.
ഓ, പ്രതീക്ഷയില്ലാത്തതിന് പ്രതീക്ഷ നൽകുന്നതാണ്. വെള്ളം കാഴ്ചയിൽ ശക്തിയില്ലാത്തതാണ്, പക്ഷെ വെള്ളത്തെ പോലെ ശക്തിയുള്ളതൊന്ന് ലോകത്തിലില്ല. നിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നു നിൽക്കുമ്പോൾ കാഴ്ചയിൽ നീ ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ നീ വഹിക്കുന്നത് അസാധാരണമായ ഒന്നിനെയാണ്. ഈ വെള്ളമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, ഈ വെള്ളമാണ് പവർ ഉണ്ടാക്കുന്നത്. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ജീവജലമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് പ്രവാചകനായ ജെറമായ 2:13 പറയുന്നത്, എൻ്റെ ജനം ദോഷം ചെയ്തിരിക്കുന്നു, അവർ ജീവനുള്ള ജീവന്റെ ഉറവയെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ അവർ കുഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ജീവജലത്തിന്റെ നദിയാണ്. വ്യാഖ്യാനിക്കുവാൻ ധാരാളമുണ്ട്, പറയാൻ ഒത്തിരിയുണ്ട്. എസെക്കിയേൽ 47, എസെക്കിയേൽ 47:9 വാക്യം വേഗത്തിൽ വായിക്കാം ദയവായി. പ്ലീസ് റീഡ് ഇറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ നദി ചെന്നു ചേരുന്നതൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും, പരിശുദ്ധാത്മാവാകുന്ന ഈ നദി, ഈ വെള്ളം ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ നദി ഒഴുകുന്നിടത്ത് ചലനങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്ന സഭ ചലിക്കുന്ന സഭയായിരിക്കും, ഇരിക്കുന്ന സഭയല്ല. ഓ ഹല്ലേലൂയ. ഒതുങ്ങിപ്പോയ ഒന്നല്ല, ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഈ നദി ഒഴുകി വരുന്നിടത്ത് ഒത്തിരി ജീവനുള്ളതുണ്ടാകും, ജീവനുള്ള മത്സ്യങ്ങൾ ഉണ്ടാകും. ഈ നദി ഉള്ള കാരണം കൊണ്ട് വളരെ മത്സ്യങ്ങൾ വന്നുകൂടും. ഇതിൽ അസൂയപ്പെടുകയല്ല വേണ്ടത്. ഈ നദി നിന്നിലേക്കും ഒഴുകുവാൻ നീ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കാണുന്നു പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്ന ആരാധനാലയങ്ങളിൽ, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്ന ഉണർവിന്റെ കൂട്ടങ്ങളിൽ, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്ത് വളരെ മത്സ്യങ്ങളുണ്ട്, വളരെ മത്സ്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അനേകർ ജീവൻ പ്രാപിക്കുന്നു, അവിടെ അനേകർ ജീവൻ പ്രാപിക്കുന്നു. അവിടെ ഈ നദി നരിയാണോളമാകുന്നു, പിന്നത് മുട്ടോളമാകുന്നു, പിന്നത് അരയോളമാകുന്നു, പിന്നത് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മപ്രവാഹമായി തീരുകയാണ്. ഹല്ലേലൂയ. Lift your voice and say hallelujah. Amen. ഇത് വാഗ്ദത്തങ്ങൾക്ക് ജീവൻ പകരുന്ന നദിയാണ്. ഇത് നമ്മെ എല്ലാരും പറഞ്ഞ് ജീവൻ നൽകുന്ന നദി, ജീവൻ നൽകുന്ന നദി, പരിശുദ്ധാത്മാവിന്റെ നദി, പരിശുദ്ധാത്മാവിന്റെ നദി, ജീവിപ്പിക്കുന്ന നദി, ജീവിപ്പിക്കുന്ന നദി, പരിശുദ്ധാത്മാവിന്റെ നദി, പരിശുദ്ധാത്മാവിന്റെ നദി. എൻ്റെ മുമ്പിൽ ഈ വിഷയം ഇങ്ങനെ മണിക്കൂറുകൾ ശുശ്രൂഷിക്കത്ത നിലയിൽ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ അതിൽ മുഴുവൻ സംസാരിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയം പോരാ. മൂന്നാമതായി വൈൻ, വീഞ്ഞ് എന്ന വിഷയത്തിലേക്ക് പാസ്റ്റർ, can you please read Acts chapter 2 word 12 and 13 please. Acts chapter 2 word 12 and 13. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു. അപ്പോസ്തലന്മാരുടെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കൊടിയ കാറ്റാൽ, ഇടിമുഴക്കത്താൽ, പിളർന്ന അഗ്നിനാവുകളാൽ വെളിപ്പെട്ടപ്പോൾ അവരെ നോക്കിയവർ, അവരെ കണ്ടവർ നോക്കിയിട്ട് പറഞ്ഞു, ഇവരെല്ലാം വീഞ്ഞു കുടിച്ചിരിക്കുകയാണ്. കാരണം ഇവരെന്തൊക്കെയോ ഭാഷകൾ സംസാരിക്കുന്നു, ഇവർ ഒച്ചയിൽ പ്രാർത്ഥിക്കുന്നു. നോർമലായ ഒരു ആളിനെ പോലെയല്ല ഇവരെ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെയും എന്നെയും നോക്കി പലർക്കും അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാരുടെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ
അവർ പറഞ്ഞു, അവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പരിഹസിച്ചു പറഞ്ഞു. ഈ വീഞ്ഞ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ സീസൺ. Yes, yes. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. വീഞ്ഞിന്റെ പ്രത്യേകത, വീഞ്ഞൊരാൾ കുടിച്ചു കഴിഞ്ഞാൽ ആ കുടിച്ച വീഞ്ഞാണ് അവനെ നിയന്ത്രിക്കുന്നത്. Yes. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Amen. Hallelujah. വീഞ്ഞൊരാൾ കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇമോഷൻസ്, അവന്റെ വികാരങ്ങൾ, അവന്റെ വാക്ക്. ചിലർ കണ്ടിട്ടില്ലേ, മദ്യപിച്ച് കഴിഞ്ഞിട്ട് അവര് നിന്ന് കരയുന്നത്, Yes. ചിലർ നിന്ന് ചിരിക്കുന്നത്, ചിലർ വായിൽ വന്നതൊക്കെ പറയും. കാരണം അവനിപ്പോൾ അവന്റെ സ്വന്തം ബോധ്യത്തിലും ബോധത്തിലുമല്ല നിൽക്കുന്നത്. അവനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ആ ലഹരിയാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ അവനെ നിയന്ത്രിക്കുന്നത് ആ പരിശുദ്ധാത്മാവാണ്. Yes. 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 ഹല്ലേലൂയ. Hallelujah. മോശയുടെ കാലത്ത് മോശ പച്ചവെള്ളത്തെ രക്തമാക്കി Yes. ന്യായവിധിയുടെ ഒരു സീസൺ അങ്ങ് ഓപ്പൺ ആക്കി. Amen. യു അണ്ടർസ്റ്റാൻഡ് മീ വാട്ട് ഐ Yes. സേ? Yes. Yes. അവിടം തൊട്ടാണ് ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഈജിപ്ഷ്യന്റെ മേളിൽ, ഫറവോയുടെ മേളിൽ ആരംഭിക്കുന്നത്. Yes. മോശ വെള്ളത്തെ രക്തമാക്കി ന്യായവിധിയുടെ ഒരു സീസൺ ഓപ്പൺ ആക്കിയപ്പോൾ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതത്തിന്റെ ഒരു സീസൺ ഓപ്പൺ ആക്കി. ജീസസ് സ്റ്റാർട്ടഡ് in season of miracle. Season of miracle. The wine is important. Matthew chapter 9 verse 17 and 18. മത്തായി 9:17-18. പുതുവീഞ്ഞ് ഒരിക്കലും പഴയ തുരുത്തിയിൽ പകരുമാറില്ല. എന്ന് പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. പുതിയ വീഞ്ഞ്, വായി തുറന്നു പറഞ്ഞ പുതിയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. Yes. വീര്യമുള്ള പുതിയ വീഞ്ഞ്, പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ്, Yes. നീയാകുന്ന തുരുത്തിയിൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നു. Amen. അതിനെന്ത് ചെയ്യണം? നീയാകുന്ന തുരുത്തി റിപ്പന്റഡ് ആകണം. Amen. Hallelujah. നീയാകുന്ന തുരുത്തി പ്രിപ്പയർഡ് ആകണം. Yes. Amen. ഈ ഗ്ലാസ്സിൽ ഇപ്പോൾ എനിക്ക് കുടിക്കുവാൻ വെള്ളം, നോർമൽ പച്ചവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കണമെങ്കിൽ എന്തായാലും നിനക്കൊരു ശരീരമേ ഉള്ളൂ, ഒറ്റ തുരുത്തിയേ ഉള്ളൂ. Yes. ഇതേ ഗ്ലാസ്സിൽ എനിക്ക് ടീ കുടിക്കണമെങ്കിൽ, കോഫി കുടിക്കണമെങ്കിൽ ഈ വെള്ളം കളഞ്ഞ് ഈ ഗ്ലാസ്സിൽ ചായ പകരണം, Yes. Yes. കോഫി പകരണം. Yes. നീയാകുന്ന തുരുത്തി പ്രിപ്പയർഡ് ആകണം. Amen. നിന്നിലുള്ള പാപത്തെ, അശുദ്ധിയെ, Amen. തിന്മയെ Yes. മുഴുവൻ ഏറ്റുപറഞ്ഞ് Amen. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് Yes. നീയാകുന്ന തുരുത്തി ഏൽപ്പിച്ചു കൊടുത്താൽ Yes. വീര്യമുള്ള പുതിയ വീഞ്ഞ്, Amen. പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ് നിന്റെ മേളിൽ ദൈവം പകരുവാനിടയാകും. Come on, praise the Lord. Hallelujah. Hallelujah. Lord. Amen. അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് I receive what you receiving. Hallelujah. Amen. നിന്റെ തുരുത്തി പുതിയതാകട്ടെ. Yes. തുരുത്തി പുതിയതായാൽ മാത്രമേ ദൈവത്തിന് ആ വൈൻ, ആ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ് Yes. പകരുവാൻ കഴിയത്തുള്ളൂ. Because the wine changing your behavior. Amen. Wine will control your emotion, Yes. your words, Amen. your mood Yes. and everything. Amen. Hallelujah. Hallelujah. ചർച്ചിൽ വന്നിരിക്കുമ്പോൾ നല്ല പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി, ആ വീഞ്ഞ് നിങ്ങളിലുണ്ടെങ്കിൽ, ചിലർ പറയത്തില്ല, ഒന്ന് ആരാധിക്കാൻ എനിക്കൊരു സന്തോഷമില്ല, ഇന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു സന്തോഷമില്ല, എനിക്കെന്തോ എൻ്റെ ഇമോഷൻസ്, എൻ്റെ വാക്കുകൾ ഇതെല്ലാം ഇങ്ങനെ ഡൗൺ ആകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ് Yes. നിയന്ത്രിച്ചാൽ Amen. പിന്നെ നിങ്ങളുടെ കൺട്രോളിലായിരിക്കുകയില്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ജീവൻ നൽകുന്ന ജലവും, നിങ്ങളെ നിയന്ത്രിക്കുന്ന വീഞ്ഞും Yes.
അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കും സമാധാനത്തിലേക്ക് നയിക്കുന്ന പ്രാവും, വേർപാടിന്റെ പ്രാവും, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. ഞാൻ ഈ പറഞ്ഞ പല ക്യാരക്ടറുകളും നിങ്ങളിലുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പാരമ്പര്യങ്ങളെ, നിങ്ങളായിരുന്ന അസത്യങ്ങളെ, അധാർമ്മ്യതകളെ നിങ്ങൾ വിട്ട് നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു. അസത്യങ്ങളെ നിങ്ങൾ വലിച്ചെറിഞ്ഞു. നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നു. ഇപ്പൊ എല്ലാ പക്ഷികളും കാലുവെക്കുന്നിടത്ത് നിങ്ങൾ കാലുവെക്കുന്നില്ല. നിങ്ങളിപ്പോൾ ആ പഴയ അശുദ്ധിയിലും പാരമ്പര്യത്തിലും ഇല്ല. നിങ്ങളുടെ മൂഡിനെ, നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ ബിഹേവിയറിനെ ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ കുടുംബക്കാർ, കൂടെയുള്ളവർ, പള്ളിക്കാർ, നാട്ടുകാർ നിങ്ങളോട് പറയുന്നു, എന്താണ് നിന്നിലൊരു മാറ്റം സംഭവിച്ചത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യർ 5:18-19-20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. നിങ്ങൾ ഈ ലോകത്തിലെ വീഞ്ഞല്ല കുടിക്കേണ്ടത്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തിലെ വൈൻ, ഈ ലോകത്തിലെ മദ്യം, ഈ ലോകത്തിലെ വീഞ്ഞ് നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ ബിഹേവിയറിനെ, നിങ്ങളുടെ മൂഡിനെ, നിങ്ങളുടെ വേർഡിനെ, നിങ്ങളുടെ സകല ജീവിത ക്രമങ്ങളെയും വഴിതെറ്റിക്കും. എന്നാൽ പരിശുദ്ധാത്മാകാവുന്ന വീഞ്ഞ്, ആ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വരുമ്പോൾ, ആ വീര്യമുള്ള വീഞ്ഞ് നീയാകുന്ന തുരുത്തിയിൽ പകരുമ്പോൾ, നിന്നെ അത് നേർവഴിയിലേക്ക്, പലതിനെയും അതിജീവിച്ചുകൊണ്ട്, പലതിനെയും ജയിച്ചുകൊണ്ട് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ 7 പ്രതീകങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. 7 symbols. Lift your hands in heaven. കൈകളെ ഉയർത്തിപ്പിടിക്കുക. Precious Holy Spirit, I thank you. Oh, hallelujah. Hallelujah. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് Thank you, Holy Spirit of the Lord. ഈ അനുഭവങ്ങൾ നിന്റെ ജനത്തിന്റെ മേളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ ഈ ജനത്തിന്റെ മേളിൽ ഉണ്ടാകട്ടെ. എനിക്ക് നിങ്ങളുടെ ആമീൻ കേൾക്കുവാൻ കഴിയുന്നില്ല. ഈ പറയപ്പെട്ട അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പലർക്കും ഉണ്ടാകട്ടെ. ഈ അനുഭവങ്ങൾ നിങ്ങളുടെ തലമുറകൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ ഡ്രഗുകളിൽ, ലഹരികളിൽ, മദ്യത്തിൽ, കള്ളിൽ, കഞ്ചാവിൽ ലക്കുകെട്ട് നടക്കുന്നവരാകാൻ പോകുകയല്ല. അവർ പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ, അവർ പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ, അവർ പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ, പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ അവർ ജീവിക്കുന്നവരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ 7 കാര്യങ്ങൾ അല്പമെങ്കിലും മനസ്സിലായി? നിങ്ങൾക്ക് പ്രയോജനമായി. താങ്ക് യു. നമ്മൾ 9 ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ 9 കൃപാദാനങ്ങളെയും 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വായിക്കുന്ന, അതിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന ഈ 9 ഗിഫ്റ്റുകളെയും, പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരമുണ്ട്. ഞാൻ വരം എന്ന വാക്ക് മനസ്സിലാകാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, വരം എന്ന വാക്ക് തെറ്റാണ്. വരം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മൈൻഡിൽ വരമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തോ ചെയ്തതുകൊണ്ട് ഋഷിവര്യന്മാർ, സന്യാസിമാർ, വൃദ്ധഷ്ടന്മാർ ഇങ്ങനെ തപസ്സിരുന്ന് കഷ്ടപ്പെട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ട്, മകനെ ഞാൻ നിനക്ക് എന്താണ് നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്നതാണ് വരം.
പക്ഷെ പരിശുദ്ധാത്മാവിന്റെ വരം എന്നല്ല എഴുതിയിരിക്കുന്ന, ഗിഫ്റ്റ് എന്നാണ്. Amen. ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. Hallelujah. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വരമെന്നല്ല, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദാനം എന്നാണ്. Amen. ദാനം. Amen. നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് വരം കൊടുത്തെന്നല്ല. നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്കൊരു ദാനം നൽകി. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. Yes. കൃപാദാനം. എല്ലാവരും പറഞ്ഞേ കൃപാദാനം. കൃപാദാനം. പരിശുദ്ധാത്മാവിന്റെ 9 കൃപാദാനങ്ങളെ കുറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ കേട്ടു. ഇന്നലെ പ്രൊഫറ്റിക്കിനെ കുറിച്ചുള്ള ഒരു ചെറിയ തോട്ട് നിങ്ങൾ കേട്ടു. വെരി ഡീപ്പ്, ദാറ്റ് ഈസ് വെരി ഡീപ്പ്, Yes. വെരി ഡീപ്പ്. Yes. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലും നമുക്ക് ഇന്നലെ എടുക്കാൻ പറ്റിയിട്ടില്ല. Amen. എന്നാൽ ഈ 9 ഗിഫ്റ്റുകളെ 3 കാറ്റഗറിയായി തിരിക്കുവാനിടയായി. റെവലേഷൻ ഗിഫ്റ്റ്, പവർ ഗിഫ്റ്റ്, വോക്കൽ ഗിഫ്റ്റ്. വെളിപ്പാടിനാൽ, Yes. ബുദ്ധിയാലല്ല, മനുഷ്യൻ തരുന്ന ഇൻഫർമേഷനാലല്ല, ബൈ ദ റെവലേഷൻ. Yes. Amen. വെളിപ്പാടിനാൽ Yes. നാം ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്. ആ സ്പിരിച്വൽ ഗിഫ്റ്റ് എങ്ങനെയാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്? ഇമ്പാർട്ടേഷൻ, ഇംപ്ലാന്റേഷൻ, ഇതെല്ലാം ഇന്നലെ നിങ്ങളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. റെവലേഷൻ ഗിഫ്റ്റിൽ പ്രധാനമായും എ വേർഡ് ഓഫ് വിസ്ഡം, Amen. Yes. ജ്ഞാനത്തിന്റെ വചനം. വചനം. വായിക്കാമോ പാസ്റ്ററെ? ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ വചനം. വചനം. മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം. ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്, ആത്മാക്കളുടെ വിവേചനം. എങ്ങനെയാണ് ആത്മാക്കളെ വിവേചിക്കുന്നതെന്ന് ഇന്നലെ നിങ്ങൾ പഠിക്കുവാനിടയായി. രണ്ടാമത്തെ കാറ്റഗറിയാണ് പവർ ഗിഫ്റ്റ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് വോക്കൽ ഗിഫ്റ്റ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടങ്സ്, ശബ്ദത്തിലൂടെ, ഉച്ചാരണങ്ങളിലൂടെ ഉപയോഗിക്കപ്പെടുന്ന ദൈവിക കൃപകൾ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടങ്സ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, അന്യഭാഷ, അന്യഭാഷയുടെ വ്യാഖ്യാനം, പ്രൊഫസി, പ്രവചനം. യോഹന്നാൻ പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കിത്, ശബ്ദം ഇത്. യോഹന്നാൻ ഒരു വോയിസ് ആയിരുന്നു. We all are the voice of God. Amen. 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 You are the voice of this generation. Yes. Amen. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദമാണ്. Yes, Lord. ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ശബ്ദമായി ദൈവം നിങ്ങളെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. Amen. ഹല്ലേലൂയ. Hallelujah. ഈ പ്രൊഫസി എന്ന വിഷയം എങ്ങനെയാണ്, ഹൗ ടു ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്, എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്, ഒരാളുടെ പേര്, അവളുടെ ഡീറ്റെയിൽസ്. ഒരാൾ നമ്മുടെ അരികിൽ വരുമ്പോൾ, ഈ സൂമിലൊക്കെ ഇന്നലെ ഇരുന്നവരോടും അല്ലാതെ ഇരുന്നവരോടും അല്ലെങ്കിൽ ചർച്ചിലും മീറ്റിങ്ങിലും ഒക്കെ ഞാൻ അവരോട് പ്രൊഫസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. പലർക്കും അറിഞ്ഞുകൂടാത്ത ഡീറ്റെയിൽസുകൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്, അതെങ്ങനെയാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ ആരായുന്ന ആത്മാവ്, സകലത്തെയും അറിയുന്ന ആത്മാവ്, സകല മനുഷ്യന്റെ ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവാത്മാവ്, വിവേചിക്കുന്ന ദൈവാത്മാവ്. ഈ വിഷയങ്ങൾ പഠിക്കേണ്ടതായും മനസ്സിലാക്കേണ്ടതായും അതിന് ഇമ്പാർട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുമുണ്ട്. ഹല്ലേലൂയ. ഇമ്പാർട്ടേഷനിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ജിജി പാസ്റ്ററോടോ എൻ്റെ കൂടെ നിൽക്കുന്നവരോട് ചോദിച്ചാൽ മതി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നിൻ്റെ മേളിലൊരു പ്രൊഫറ്റിക്കിൻ്റെ ഒരു ഇമ്പാർട്ടേഷൻ ഇട്ടു. പിശാച് അത് തിരിച്ചറിഞ്ഞു. പൈശാചിക മണ്ഡലം ആകെ അസ്വസ്ഥമായി. പക്ഷേ അതുണ്ടാക്കുന്ന റിസൾട്ട് everyone can see it. Amen. Yes. ഇമ്പാർട്ടേഷൻ ഉണ്ടോ, ഇമ്പാർട്ടേഷൻ ഇല്ലയോ? Yes. Hallelujah. Hallelujah. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Amen. Amen. Thank you, Holy Spirit. Hallelujah. That's the spirit of prophecy. Yes. പ്രൊഫറ്റിക്കിന് മാത്രം കൊടുത്തിരിക്കുന്ന ഒന്നാണ് സ്പിരിറ്റ് ഓഫ് പ്രൊഫസി, പ്രവചനത്തിന്റെ ആത്മാവ്.
Amen. Amen. പ്രവാചകന്റെ ആത്മാവ്. Yes. ബൈബിൾ പറയുന്നു പ്രവാചകന്റെ ആത്മാവ് പ്രവാചകനെ വിധേയപ്പെട്ടിരിക്കുന്നു. Amen. Amen. It's a spirit. Yes. Amen. ഇന്ന് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ഗിഫ്റ്റുകളെല്ലാം, ഇത് ലിസൺ ടു മീ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ പറയപ്പെട്ട ഗിഫ്റ്റുകളെല്ലാം Amen. ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Amen. Hallelujah. Yes. ഇപ്പോൾ പ്രതാപ് പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. എനിക്ക് പാസ്റ്ററിനെ ഒരു പരിചയമില്ല. അപ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്കൊരു ബോധ്യം ലഭിക്കുന്നു, ഇദ്ദേഹം ഒരു അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. രണ്ട്, ഇദ്ദേഹത്തിൻ്റെ അപ്പനൊരു ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്. എനിക്കൊരു എൻ്റെ അകത്ത് അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഇപ്പം ഞാൻ പറയത്തില്ല, അത് പിന്നെ പഠിപ്പിക്കും. ആ ഫീൽ എനിക്ക് കിട്ടുകയാണ്, ലൈക്ക് ആ ഓഡിയബിൾ വോയിസ് ഞാൻ കേൾക്കുകയാണ്. Amen. പക്ഷെ അത് ഞാൻ പ്രതാപ് പാസ്റ്ററോട് പറയാൻ എനിക്കൊരു വിശ്വാസം വേണം. Yes. Yes. Amen. Hallelujah. Amen. ഇത്രേ ആളുകൾ ഈ സൂമിലിരിക്കുമ്പം ഇന്നലെ 700 690 ഡിവൈസിൽ 1000 1500 പേരിരിക്കുമ്പോൾ നിന്റെ ഹസ്ബൻഡ് നിരീശ്വരവാദിയാണെന്നും നിന്റെ വയറ്റിന് പ്രശ്നമുണ്ടെന്നും നീ ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർഡ് ആകുകയാണെന്നും നിന്റെ അമ്മയുടെ പേര് മേരി എന്നാന്ന് പറയാൻ ഒരു വിശ്വാസം വേണം. Yes. Amen. Hallelujah. Amen. Amen. Hallelujah. ഈ ഞായറാഴ്ച നമ്മുടെ ചർച്ചിൽ വർഷിപ്പിൻ്റെ ഇടയിൽ ഒരു സഹോദരന് വേണ്ടി, ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു സഹോദരന് വേണ്ടി ഞാൻ മീറ്റിങ്ങിൻ്റെ ഒടുവിൽ ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ചു. ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ അദ്ദേഹം ആയിരുന്നെന്നാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഇന്ന് കർത്താവിൻ്റെ അഭിഷിക്തൻ എബി അച്ഛൻ ഒരുപക്ഷെ ഈ പ്രോഗ്രാം ഇന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് കോൾ ചെയ്യാം അല്ലേ. എബി അച്ഛൻ ഇന്ന് എന്നെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ചർച്ചിലുണ്ടായ ഹീലിംഗ്, Yes. പാസ്റ്റർ, അത് സൂപ്പർ നാച്ചുറലായ ഒരു ഹീലിംഗ് ആണ്. Amen. Yes. അപ്പോൾ ഞാൻ എബി അച്ഛനോട് ചോദിച്ചാൽ എന്താണ്, അദ്ദേഹത്തെ ഞാനാണ് അവിടേക്ക് പറഞ്ഞു വിട്ടത്. Oh, Jesus. Hallelujah. എബി അച്ഛൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതാണ് ആ സ്ത്രീ. ആ മനുഷ്യനൊരു മുക്കുവനാണ്, മത്സ്യം പിടിക്കുന്ന, മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യബന്ധനം നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ MRI സ്കാനിങ് റിപ്പോർട്ടിലും CT സ്കാനിലും PET സ്കാനിലും അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ കശേരുക്കൾ അകന്നു പോയിട്ട് അദ്ദേഹം ഇനി ആയുസ്സിൽ എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്ത ആളാണ്. Amen. വിത്തൗട്ട് സപ്പോർട്ട്. Yes. അദ്ദേഹത്തെ ബാത്റൂമിൽ എടുത്തുകൊണ്ടാണ് പോകുന്നത്. 3 പേർ ചേർന്ന് എടുത്ത് വണ്ടി കിടത്തിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇന്ന് എബി അച്ഛൻ അത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നേ. Praise God. Jesus. പരസഹായം ഇല്ലാതെ ആ മനുഷ്യൻ നടക്കില്ലായിരുന്നു. നടക്കണമെങ്കിലും നിലവിളിച്ചോണ്ടാ നടക്കുന്നേ, അത്ര പെയിൻ ആയിരുന്നു. സെക്കൻഡ്, ബ്രദർ യു ആർ ഹീൽഡ്, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് എന്ന് പറഞ്ഞപ്പോൾ ബെൽറ്റ് എല്ലാം അഴിച്ചു കളഞ്ഞ് ആ മനുഷ്യൻ ഇതുവഴി എല്ലാം നടന്നത്. That is the power of God. എന്നിട്ട് നമ്മൾ ആരും ചോദിച്ചില്ല അവരോട്, അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചില്ല. ഈ മനുഷ്യൻ എന്ത് പറ്റിയാണെന്ന് നമ്മൾ ചോദിച്ചില്ല. ഇദ്ദേഹം നടക്കുമായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചില്ല. ഇന്ന് എബി അച്ഛൻ, അദ്ദേഹം ഇന്ന് നമ്മുടെ എബി പാസ്റ്റർ അത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ, ഓൺലൈൻ സർവീസ്. ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നെന്ന് എന്നോട് ഇന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ മനുഷ്യൻ സൗഖ്യമായി. തിരുവല്ലയിൽ നിന്ന് വന്ന ആ മകൻ, അലോപ്പതി, ആയുർവേദം, ഓൾ ദ ട്രീറ്റ്മെന്റ്സ്. ഒറ്റ പ്രാർത്ഥനയിൽ ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ സൺഡേയിൽ സാക്ഷ്യം പറഞ്ഞ മകൻ എഴുന്നേൽക്ക, ബെൽറ്റും കെട്ടി കാലും നിവർത്തി
അനങ്ങാൻ മേലാതെ കസേരയിലിരിക്കുന്ന ഒരാളിനോട് ഇന്നോവ വണ്ടിയിൽ നടക്കാൻ കഴിയാതെ കടമ്പനാടെന്ന് കൊണ്ടുവന്ന് വണ്ടി കിടത്തിയിരിക്കുന്ന സ്ത്രീയോട്, സിസ്റ്റർ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു, എഴുന്നേറ്റ് നടക്ക എന്ന് ഞാൻ പറയുമ്പോൾ എന്നിൽ ഹീലിംഗിന്റെ ഗിഫ്റ്റ് മാത്രമല്ല ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ആ ഹീലിംഗിന്റെ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ബൈ ഫെയ്ത്തിലാണ്. നിങ്ങൾക്ക് പ്രവചിക്കുവാൻ വേണ്ടത് വിശ്വാസമാണ്. നിങ്ങൾക്ക് ഹീലിംഗ് മിനിസ്റ്റർ ചെയ്യുവാൻ വേണ്ടത് വിശ്വാസമാണ്. ഫെയ്ത്ത് ഇല്ലെങ്കിൽ, ഫെയ്ത്ത് ഈസ് ദ പവർ ഗിഫ്റ്റ്. ഞാൻ ഇന്ന് ആദ്യം എടുക്കുന്നത് അതാണ്, പവർ ഗിഫ്റ്റ്. ലിഫ്റ്റ് യുവർ വോയിസ് ആൻഡ് സേ പവർ ഗിഫ്റ്റ്. പവർ ഗിഫ്റ്റ്. പവർ ഗിഫ്റ്റ്. Thank you Jesus. Thank you Jesus. Thank you Jesus. Praise God. ആ പവർ ഗിഫ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫെയ്ത്ത്. Yes. ദൈവത്തിന്റെ എല്ലാ ബ്ലെസ്സിങ്ങും നമ്മിലേക്ക് കൊണ്ടുവരുന്നത് ഫെയ്ത്ത് ആണ്. Yes. Yes. Amen. Amen. It's true. Amen. Yes. Yes. Hallelujah. Yes. നിങ്ങളുടെ അകത്ത് പിശാച് തരാത്തത് ഈ സാധനമാണ്. Yes. Yes. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്കൊരു പ്രവചനം കേൾക്കുമ്പോൾ ആദ്യം വിശ്വാസത്തെക്കാൾ മുമ്പുണ്ടാകുന്നത് അവിശ്വാസമാണ്. നിനക്കൊരു ഹീലിംഗ് മിനിസ്ട്രി കാണുമ്പോൾ നിനക്ക് ആദ്യം വിശ്വാസത്തെക്കാൾ മുമ്പുണ്ടാകുന്ന അവിശ്വാസമാണ്. യേശു കടലിന്റെ മേളിലൂടെ നടന്നു വരുന്ന കാഴ്ച ശിഷ്യന്മാർ കണ്ടപ്പോൾ അത് ദൈവമാണെന്ന് പറയാൻ വരുന്നതിന് മുൻപ് അവന്മാരുടെ വാഗൊണ്ട് അവന്മാർ പറയുന്നത് അത് ഭൂതമാണെന്നാണ്. കാരണം ഭൂതമാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് വേണ്ട, അത് യേശുവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് വേണം. Every spiritual gift and every spiritual ministry is operating by faith. Yes. Amen. Yes. Amen. 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 That's why the power gift. Yes. Amen. ശക്തി പുറപ്പെടുവിക്കുന്നത്. Yes. Everything. Romans 12:6. Romans 12:6. റോമർ 12:6. I'm feeling the anointing. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. പ്രവചനമെങ്കിലോ വിശ്വാസത്തിനൊത്ത. എല്ലാരും പറഞ്ഞ് പ്രവചിക്കണമെങ്കിൽ വിശ്വാസം വേണം. ഞാൻ പറയുന്നത് തെറ്റുവോ കറക്റ്റ് ആയിരിക്കുവോ? ഞാൻ ഇവനോട് എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ ഇവൻ കമ്പും പടിയായിട്ട് തറയിൽ വീണു പോവോ? ഇറ്റ് ഈസ് വെരി ഈസി. പക്ഷേ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇവനിപ്പോൾ എഴുന്നേറ്റ് നടക്കും. Listen to me. I am sharing my experience, my beloved children of God. ഇത് എല്ലാവർക്കും പറയാൻ പറ്റും എനിക്ക് അറിഞ്ഞുകൂടാ. പറയാൻ ഗ്രേസ് ഉള്ള ഒത്തിരി ദൈവദാസന്മാരുണ്ട്. മലയാളികളിലുണ്ട്, ഹിന്ദിക്കാരിലുണ്ട്, ഇംഗ്ലീഷുകാരിലുണ്ട്, ആഫ്രിക്കക്കാരിലുണ്ട്. ഇത് പറയാൻ അനുഭവമുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സംസാരിക്കത്തില്ല, ഈ കൊച്ചു വർത്താനം പറയത്തില്ല, ചെവിയും കേൾക്കത്തില്ല എന്ന് പറഞ്ഞാണ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നത്. ആ കുട്ടിയുടെ മേളിൽ പ്രാർത്ഥിക്കുവാൻ കരമെടുത്ത് വയ്ക്കുമ്പോൾ എനിക്കറിയാം ഹീലിംഗിൻ്റെ ഗ്രേസ്, ഗിഫ്റ്റ്, അനോയിന്റിങ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇട്ടിട്ടുണ്ട്. I know that. പക്ഷേ ഈ കുട്ടി ഇപ്പോൾ സംസാരിക്കും, ഈ ചെവി ഇപ്പൊ തുറക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്ന മാത്രയിൽ ഈ കൈയിലൂടെ
എൻ്റെ ശരീരത്തിലൂടെ Yes. പാസ് ചെയ്യുന്ന ഒരു പവർ. Amen. Oh, Rabba. Yes. Many times, Amen. Yes. thousand about times, Amen. I personally experienced. Amen. 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 Yes. Yes. Rakasya Rabas. അപ്പം നമ്മൾ പറയും ജിജി പാസ്റ്ററിനത് ക്രിസ്റ്റി പാസ്റ്ററിനും എൻ്റെ സ്പിരിച്വൽ ചിൽഡ്രന് ഇത് ഒത്തിരി പെട്ടെന്ന് മനസ്സിലാവും. Amen. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്കറിയാം ആ ദൈവശക്തി അവരിൽ മൂവ് ചെയ്തിട്ടില്ല. ഞാൻ അവരോട് പറയും, അടുത്ത സർവീസിന് നിങ്ങൾ വരണം, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കണം, നിങ്ങൾ ദൈവകൃപയിൽ നിൽക്കണം. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാം. ഷുവർലി ഐ വിൽ പ്രേ അഗെയിൻ. എന്നാൽ ചില കേസിൽ പ്രാർത്ഥന നടത്തിയിട്ട് പറയും, ബ്രദർ യു ആർ ഹീൽഡ്, സിസ്റ്റർ യു ആർ ഡെലിവേർഡ്, മോനെ അടുത്ത വർഷം നിന്റെ കുഞ്ഞുമായിട്ട് നീ വരും, നിനക്കൊരു മോനെ കിട്ടും, നിനക്ക് അത് ലഭിക്കും, നിനക്ക് ആ വിസ ഉണ്ടാകും. അത് പറയുന്നത് എൻ്റെ ആത്മ മനുഷ്യനിൽ നിന്നും വിശ്വാസത്തിലാണ്. Hallelujah. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് നിങ്ങൾ പ്രധാനമായും ചോദിക്കേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഗിഫ്റ്റാണ് ഫെയ്ത്ത്. Yes. Yes. Amen. Because faith is the nature of God. Amen. 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 Praise God. വിശ്വാസത്തിന്റെ നായകനാണ് എൻ്റെ യേശു. Amen. Hallelujah. Yes, Jesus. വിശ്വാസത്തിന്റെ നായകൻ. Hebrew chapter 12 word 1. 11 word 1 please. 11 word 2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ 12 please. 12:2 right? Yes. 12:2. Looking unto Jesus, the author and finisher of our faith. Yes. Hallelujah. Hallelujah. വാ തുറന്ന് പറഞ്ഞ്, യേശു വിശ്വാസത്തിന്റെ നായകൻ. യേശു വിശ്വാസത്തിന്റെ നായകൻ. വിശ്വാസി എന്നാണ് പേര്, പക്ഷെ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ബില്ലി ഗ്രഹാമിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങളൊരു പ്രാർത്ഥനാ യോഗത്തിൽ വന്നിരിക്കുമ്പോൾ, നിങ്ങളൊരു കസേരയിൽ വന്നിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ആ കസേര ഒടിയുമോ പൊട്ടുമോ, ഇപ്പം ഞാൻ ഈ കസേര ഇരിക്കുമ്പോൾ പെടയെന്ന് ഒടിഞ്ഞ് തറയെ വീഴുമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കൊരു ചെയർ കിട്ടി, നിങ്ങൾ ആ ചെയറിൽ പോയിരുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും കസേരയിൽ നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് കസേര എടുത്ത് ഇങ്ങനെ പൊക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ല. കസേര ഒടിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല, സംശയിക്കുന്നില്ല. നിങ്ങൾ ആ കസേരയെ ട്രസ്റ്റ് ചെയ്യുന്നു, ചിന്തിക്കുന്ന പോലുമില്ല അങ്ങനൊരു കാര്യത്തെക്കുറിച്ച്. പോയങ്ങ് ഇരിക്കുകയാണ്. ബില്ലി ഗ്രഹാം പറയുന്നു, ആ കസേരയിലുള്ള വിശ്വാസത്തിന്റെ പകുതി വിശ്വാസം ദൈവത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അനുഗ്രഹത്തിന്റെ കസേരയിൽ എന്നേ അവൻ നിന്നെ ഇരുത്തിയാനെ. ഒരിക്കലൊരു നിരീശ്വരവാദിയായ മനുഷ്യൻ ദൈവം മരിച്ചു എന്നൊരു പുസ്തകവും എഴുതി പ്രചരിപ്പിച്ചു. മില്യൺസ് ഓഫ് കോപ്പി, ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണ് ദൈവം മരിച്ചു എന്ന പുസ്തകം. അദ്ദേഹം ഒരു ഏത്തിസ്റ്റാണ്, നിരീശ്വരവാദിയാണ്. അപ്പൊ അങ്ങേർക്കൊരു വലിയ ആഗ്രഹം, ഇദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഡോക്ടർ ബില്ലി ഗ്രഹാമിന് കൊടുക്കണം. ബില്ലി ഗ്രഹാം ഈ പുസ്തകം വായിച്ച്, ബില്ലി ഗ്രഹാം ഒരു ഏത്തിസ്റ്റ് ആയാൽ, നിരീശ്വരവാദി ആയാൽ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പോകും. ബില്ലി ഗ്രഹാമിന്റെ ഗ്രേസ്, അദ്ദേഹത്തിന് പഠിപ്പിക്കാനുള്ള ഗ്രേസ്, അതുപയോഗിച്ച് അനേകരോട് അദ്ദേഹം ഇതുവരെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ആൾ ദൈവം ഇല്ലെന്ന് പറയും. ആ ഒരു വലിയ നടക്കാത്ത സ്വപ്നവുമായി, എന്നാൽ ആഗ്രഹവുമായി
ബില്ലി ഗ്രഹാമിന്റെ ക്രൂസേഡ് നടക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം ദൈവം മരിച്ചു എന്ന ഈ പുസ്തകവുമായി അവിടെ വന്നു നിന്നു. ബില്ലി ഗ്രഹാം ഇറങ്ങുന്ന റാമ്പിന്റെ അവിടെ ഓൾ ഇന്ത്യസിന്റെ പെർമിഷനോടുകൂടെ തന്റെ പുസ്തകം കൊടുക്കാനാണെന്ന് പറഞ്ഞ് അവിടെ വന്ന് നിന്നു. ഡോക്ടർ ബില്ലി ഗ്രഹാം അന്നും 10,000 ലക്ഷങ്ങളെ ക്രിസ്തുവിലേക്ക് സുവിശേഷത്തിലൂടെ നയിച്ച് താൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇദ്ദേഹം ഈ പുസ്തകം ബില്ലി ഗ്രഹാമിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സർ, ദീർഘമാസങ്ങളായി ലക്ഷോപലക്ഷം ജനങ്ങൾ വായിച്ച എൻ്റെ ഈ പുസ്തകം അങ്ങയ്ക്ക് തരുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എനിക്കതിന് അവസരം ലഭിച്ചു. ഈ പുസ്തകം അങ്ങ് വായിക്കണം. അപ്പോൾ ഡോക്ടർ ബില്ലി ഗ്രഹാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, ഈ നിരീശ്വരവാദിയുടെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിന്റെ പുസ്തകത്തിൻ്റെ പേര്? ബില്ലി ഗ്രഹാമിനെ കാണാൻ കഴിയും പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന്. അവനോട് ചോദിക്കണം, എന്താണ് നിന്റെ പുസ്തകത്തിൻ്റെ പേര്? അവൻ പറഞ്ഞു, ദൈവം മരിച്ചു. ബില്ലി ഗ്രഹാം ആ പുസ്തകം തിരിച്ചവന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, എപ്പോഴാണത് സംഭവിച്ചത്? ഞാൻ ഇന്ന് രാവിലെ 1.5 മണിക്കൂർ സംസാരിച്ചതാണല്ലോ. എന്നോടും സംസാരിച്ചതാണല്ലോ. ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ദൈവം മരിച്ചത്? ഞാൻ ഇന്ന് രാവിലെ 1.5 മണിക്കൂർ ദൈവത്തോട് സംസാരിച്ചതാണല്ലോ. ദൈവം എന്നോട് സംസാരിച്ചതാണല്ലോ. ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ദൈവം മരിച്ചത്? ബില്ലി ഗ്രഹാമിനെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് ഒരു കഥയല്ലായിരുന്നു. തനിക്കൊരു അനുഭവവും തന്റെ വിശ്വാസവുമായിരുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം പിശാച് തകർക്കുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. ബിക്കോസ് ഫെയ്ത്ത് ഒരു ഗിഫ്റ്റാണ്. അത് നമ്മളിൽ ഉണ്ടെങ്കിൽ ഒത്തിരി ബ്ലെസ്സിങ്ങുകൾ നമ്മളിലേക്ക് വരും. അനേക കാര്യങ്ങൾ ദൈവരാജ്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ദൈവവചന സംബന്ധമായി മുഴുവൻ കാര്യങ്ങളും ദൈവവചന അടിസ്ഥാനത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമാണ്. ഞാനിനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഇന്നലെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ, വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേർ ചോദിച്ചായിരുന്നു, ഈ വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം. ഇന്നലെ നമ്മൾ പഠിച്ചു വിസ്ഡം, സോളമന് ദൈവം കൊടുത്തതിനെ കുറിച്ച്, വിസ്ഡത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതൊരു ഗിഫ്റ്റാണ്. കാരണം യാക്കോബ് പറയുന്നു, ജ്ഞാനമില്ലാത്തവൻ, വിസ്ഡം ഇല്ലാത്തവൻ അത് ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. അപ്പൊ അത് ദൈവം നമുക്ക് തരുന്ന ഒരു ഗ്രേസ് ആണ്, ഒരു ഗിഫ്റ്റാണ്. എന്നാൽ ഇതിന് എല്ലാം ബേസ് ആയിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം വിട്ടൊരു പ്രവചനമില്ല. വചനം വിട്ട് ഒരു ഹീലിംഗ് മിനിസ്ട്രി ഇല്ല. വചനം വിട്ട് ഒരു ഡെലിവറൻസ് ഇല്ല. You are not with me. Hallelujah. വചനത്തിൽ ഇല്ലാത്തൊരു വിശ്വാസമില്ല. വചനം വിട്ടൊരു അന്യഭാഷയില്ല. വചനം വിട്ടൊരു വ്യാഖ്യാനമില്ല. വചനത്തിനകത്തില്ലാത്ത ഒരു ഡിസൈൻമെന്റ് ഇല്ല. Every spiritual gift is operating by faith and the word of the Lord. Amen. Hallelujah. Amen. Yes. Amen. Praise God, Jesus. Amen. Amen. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫെയ്ത്ത്. നിങ്ങൾക്ക് ഇനി എത്ര, ഐ എം സീരിയസ്ലി ടെല്ലിംഗ് യു മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സ്തോത്രകാഴ്ച കൊടുക്കുന്നതിൽ പോലും ഒരു വിശ്വാസം വേണം. ആരും മിണ്ടുന്നില്ല. ടൈത്ത് ഇടുന്നതിൽ പോലും ഒരു ഫെയ്ത്ത് വേണം. ചർച്ചിനകത്തൊരു കസേര ഇടുന്നത് പോലും ഒരു വിശ്വാസത്തിലാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ ആര് മീറ്റിങ്ങിന് വരും എന്നുപോലും അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് ഒരു 500 കസേര അങ്ങ് നിരത്തും. നമ്മൾ ചോദിക്കട്ടാ, മോനെ നീ എന്തിനാടാ ഇത്രയും കസേര ഇട്ടത്?
10 പേര് വരുമോന്ന് അറിഞ്ഞൂടാ ആ സ്ഥലത്ത്. പാസ്റ്ററെ, അത് ഞാൻ വിശ്വാസത്താൽ അങ്ങ് ഇട്ടതാ. Hallelujah. Hallelujah. മീറ്റിംഗ് അവസാനം ആകുമ്പോൾ അത് നിറച്ചു ആള് വരും. ഞാൻ പറയുന്നത് വിശ്വാസത്തിലല്ലാതെ ക്രിസ്തീയ ജീവിതത്തിൽ, കിങ്ഡം ഓഫ് ഗോഡിൽ, ദൈവരാജ്യത്തിൽ നിനക്കൊരു കാര്യവും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇൻക്ലൂഡിംഗ് യുവർ ഗിവിംഗ് ദ ഓഫറിംഗ് ഓൾസോ. Hallelujah. Hallelujah. Thank you, Holy Spirit. Hallelujah. Thank you, Holy Spirit. Thank you, Jesus. രക്ഷ, സാൽവേഷൻ Yes. നമ്മിൽ സംഭവിച്ചത് ബൈ ഫെയ്ത്ത്. Yes. Romans chapter 10 verse 9. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടും. Yes. അപ്പോൾ രക്ഷിക്കപ്പെട്ടതും വിശ്വാസത്തിലാണ്. Amen. ദൈവം മുഴുവൻ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത് ഫെയ്ത്ത് റിലത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവത്തിന് ദൈവത്തിൽ തന്നെയുള്ള വിശ്വാസം. അത് ആരും മിണ്ടുന്നില്ല. ദൈവത്തിന് ദൈവത്തിൽ തന്നെയുള്ള വിശ്വാസം. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്നുണ്ടോ നോക്കുന്നില്ല. ദൈവത്തിന് അറിയാം ഉണ്ടാവുമെന്ന്. ഞാൻ പാസ്റ്റർ ക്രിസ്റ്റിന്റെ അവിടെ പോയ സമയത്ത് ജിജി പാസ്റ്റർ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ 100 കണക്കിന് ആളുകൾ വീൽ ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഹീൽ, ടച്ച് ആൻഡ് ഹീൽ, ഹീൽ, ഹീൽ. പുള്ളി വീൽ ചെയറിൽ ഇരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുള്ളി ആ വ്യക്തി എഴുന്നേറ്റോന്ന് നോക്കുന്നില്ല. അപ്പുറത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ പ്രാർത്ഥിച്ച ആൾ എഴുന്നേറ്റോന്ന് നമ്മൾ നോക്കുമ്പോൾ പുള്ളി ഓടി അങ്ങ് എത്തി. പുള്ളി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവര് സൗഖ്യമായോന്ന് പുള്ളി നോക്കുന്നില്ല. പുള്ളിക്ക് അറിയാം സൗഖ്യമാവുമെന്ന്. ഇന്നലെ ഞാൻ പലരോടും പ്രൊഫസ് ചെയ്തു. ഞാൻ ചോദിക്കാൻ നിന്നില്ല ശരിയാണോന്ന്. ജിജി പാസ്റ്റർ ചോദിച്ചു, എല്ലാം ശരിയായിരുന്നു. എനിക്കറിയാം, എന്റെ സ്പിരിറ്റിൽ എനിക്കറിയാം. പരസ്യമായി പോയി ചെക്ക് ചെയ്തോ, കൊണ്ട് കാണിച്ചോ, സ്കാൻ എടുത്തോ, അത് കാണത്തില്ലെന്ന് പറയാൻ ലഭിക്കുന്നത് തന്റെയോ ധൈര്യമൊന്നും അല്ല. ഫെയ്ത്ത്. Related to the finance also. Lot of experience. Pastor, ഈ ആഴ്ചയിൽ ഇത്ര രൂപ സഭയ്ക്ക് വേണ്ടി വരും എന്ന് അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇടുന്നതിനകത്തൊരു ഫെയ്ത്ത് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ തുക വന്നില്ലെങ്കിൽ ചിന്തിക്കത്തില്ല, എങ്ങനെ പറഞ്ഞ് നടന്നില്ലല്ലോ എന്ന്. പക്ഷെ നടക്കുമെന്ന് എനിക്കറിയാം. പലരും പല ബ്ലെസ്സിങ്ങും മറന്നുപോയി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. വിശ്വാസത്തിലാണ് രക്ഷിക്കപ്പെടുന്നത്. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Thank you, Jesus. Lift your voice. Thank you, Jesus. Thank you, Jesus. വിശ്വാസത്തിന്റെ നായകനെന്ന് നന്ദി പറഞ്ഞേ. Hallelujah. Thank you, Lord Jesus. Different kinds of faith. പറഞ്ഞേ, വിവിധ തരത്തിലുള്ള വിശ്വാസം. വിവിധ തരത്തിലുള്ള വിശ്വാസം. ഞാൻ വലിയ വിശ്വാസമുള്ളവരെ കാണുന്നുണ്ട്, ഞാൻ വിശ്വാസമുള്ളവരെ കാണുന്നുണ്ട്. ഈ രക്തസ്രവക്കാരി സ്ത്രീയോട് വിശുദ്ധ ബൈബിളിൽ ലുക്ക് ചാപ്റ്റർ ഐ തിങ്ക് 8 വേർഡ് 52, ലൂക്കോസ് 8:38 എൻ്റെ ചിന്ത. രക്തസ്രവക്കാരി സ്ത്രീയോട് യേശു പറയുന്നു. ലൂക്ക് 8:52. എട്ടാം അധ്യായം Word 41 please. 41, 43 also. 43 മുതൽ വായിച്ച്. 8:43 മുതൽ വായിച്ച്. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്നു.
അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം രക്തസ്രവക്കാരി സ്ത്രീ 12 വർഷം മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്തവൾ. പറഞ്ഞേ, വിശ്വാസം. വിശ്വാസം. നിങ്ങളെ സൂമിലിരിക്കുന്നവരുടെ കൈ ഒന്നെടുത്ത് ഇങ്ങനെ കാണിച്ചേ, വിശ്വാസം. ഇനി ഇങ്ങനെ കാണിച്ചേ, വലിയ വിശ്വാസം. പറഞ്ഞേ, വിശ്വാസം, വലിയ വിശ്വാസം. ചിലർക്ക് ഇപ്പോഴും ഇത്രേ വിരിയുന്നുള്ളൂ. പറഞ്ഞേ, വിശ്വാസം, വലിയ വിശ്വാസം. രക്തസ്രവക്കാരി സ്ത്രീക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവളുടെ വിശ്വാസം? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ സൗഖ്യമുണ്ടാകും. എന്ത് സംഭവിച്ചു? ഇത്രേ പുരുഷാരത്തിന്റെ ഇടയിൽ ഇവൾ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. കണ്ടോ, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, ദൈവത്തിന്റെ എല്ലാ പ്രോഡക്റ്റും, ഗോഡ്സ് പ്രോഡക്റ്റ്, ഹീലിംഗ് ഈസ് ദ ഗോഡ്സ് പ്രോഡക്റ്റ്. ദൈവത്തിന്റെ സകല നന്മകളും നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകണം. ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അതുകൊണ്ടാണ് പലപ്പോഴും ശിഷ്യന്മാരുടെ യേശു ചോദിച്ചത്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേളിൽ വന്നതിന് ശേഷം യേശുവിന് അത് ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം യേശു ചെയ്തതിലും ഭൂമിയിൽ ചെയ്തതിലും അധികം അവർ ചെയ്യുകയാണ്. യേശു ഈ ഭൂമിയിൽ ഞാൻ നിഴലിട്ട് യേശു സൗഖ്യമാക്കിയത് ഞാൻ ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ പത്രോസിന്റെ നിഴലിട്ട് സൗഖ്യമാക്കി. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. കാരണം അവൾ വിശ്വസിച്ചു. അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് അവളുടെ രക്തസ്രവം എന്ന രോഗം സൗഖ്യമായി. അപ്പം സൂമിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, ചർച്ചിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ, രക്തസ്രവക്കാരി സ്ത്രീക്ക് ഉണ്ടായിരുന്നത് വിശ്വാസമാണ്. എന്ത് വിശ്വാസം? വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. ആ ഒരൊറ്റ കാര്യമേ അവൾ വിശ്വസിച്ചുള്ളൂ. ആ ഒരൊറ്റ കാര്യമേ അവളിൽ സംഭവിച്ചുള്ളൂ. എന്നാൽ മറ്റൊരു സ്ത്രീയെ ഞാൻ കാണിക്കാം. ആ സ്ത്രീയുടെ പേര് കനാന്യ സ്ത്രീ എന്നാണ് ബൈബിളിൽ. കനാന്യ സ്ത്രീ, മാത്യു ചാപ്റ്റർ 15, മത്തായി 15, 22 മുതലുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 15. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം ലിസൺ, നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ. രക്തസ്രവസ്കാരിയായ സ്ത്രീക്കുണ്ടായിരുന്നത് അവളുടെ രോഗം, രക്തസ്രവം, ബ്ലീഡിംഗ് ഇഷ്യൂ സൗഖ്യമാകുമെന്ന ഒരു വിശ്വാസമാണ്. ആ ഒരൊറ്റ വിശ്വാസം. എന്നാൽ കനാന്യ സ്ത്രീയിൽ ഉണ്ടായിരുന്നത് വലിയ വിശ്വാസമാണ്. ആ ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ എറണാകുളം ചർച്ചിൽ അത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടേണ്ട ഒന്നാണ്. മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കും തിന്ന്
നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ. അവളുടെ മകളുടെ സൗഖ്യത്തെ, അവളുടെ മകൾക്ക് കിട്ടേണ്ട ഡെലിവറൻസിനെ അവൾ കമ്പയർ ചെയ്തത് ബ്രെഡിനോട് കൂടെയാണ്. ബ്രെഡ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഭക്ഷണമാണ്, ഒരു അസാധാരണമായ ഭക്ഷണമല്ല യഹൂദന്മാർക്ക് ഗുബൂസ്, റൊട്ടി എന്ന് പറയുന്നത്. അവരുടെ സാധാരണ ഭക്ഷണമാണ്. അവൾ ഡെലിവറൻസിനെ, ഹീലിങ്ങിനെ ഒരു വലിയ കാര്യമായിട്ടല്ല അവൾ പറയുന്നത്. അവൾ ഒരു വെളിപ്പാട് അവിടെ പറയുന്നു. ഹീലിംഗ് and deliverance are normal, Lord, in your presence. നിന്റെ സാന്നിധ്യത്തിൽ, ദൈവരാജ്യത്തിൽ സൗഖ്യവും വിടുതലും ഒരു സാധാരണ കാര്യമാണ്. യേശു അവളോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. അതുകൊണ്ട് നിന്റെ കുഞ്ഞു മാത്രമല്ല സൗഖ്യമാകാൻ പോകുന്നത്, നിന്റെ ഇഷ്ടം പോലൊക്കെ. നമ്മൾ പറയത്തില്ലേ, വാട്ട് യു വിഷ്, വാട്ട് ഈസ് യുവർ ഡിസയർ, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി, വായികൾ തുറന്ന് കർത്താവിനോട് പറഞ്ഞ്, എൻ്റെ അകത്ത് വലിയ വിശ്വാസം തരണമേ. വിശ്വാസത്തിന്റെ ഗിഫ്റ്റ് എന്നിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടണമേ. വിശ്വാസത്തിന്റെ ഗിഫ്റ്റ് എന്നിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടണമേ. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് അടുത്ത 2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ അതെന്ത് തന്നെയാണെങ്കിലും പവർ ഗിഫ്റ്റായ വിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. വിശ്വാസമില്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ ഒന്നും ചലിപ്പിക്കാനോ പ്രവർത്തിക്കാനോ ചെയ്യാനോ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, എൻ്റെ അകത്ത് വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ അവിശ്വാസത്തെ, അതാണ് യേശു പറഞ്ഞത്, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഈ സാധനം, അൺബിലീഫ് നിങ്ങളിൽ അടിച്ചു പോയാൽ അത് കോവിഡിനേക്കാളും ക്യാൻസറിനേക്കാളും മാരകമാണ്. ഈ അവിശ്വാസത്തിന്റെ ആത്മാവ് ഒരുത്തനിൽ എൻറ്റർ ചെയ്താൽ പിന്നെ അവന് ഒരു ബ്ലെസ്സിങ്ങും ഉണ്ടാക്കും. എല്ലാം സംശയമായിരിക്കും, എല്ലാം ഡൗട്ട്ഫുൾ ആയിട്ടായിരിക്കും കാണുന്നത്. ദാറ്റ് ഈസ് എ സ്പിരിറ്റ്. നമ്മൾ വിചാരിക്കും അതൊരു നോ, ദാറ്റ് ഈസ് എ സ്പിരിറ്റ്. അൺബിലീഫ് എന്ന് പറയുന്നതും ഒരു സ്പിരിറ്റാണ്, ബിലീഫും ഒരു സ്പിരിറ്റാണ്. അതുകൊണ്ടാണ് അവിശ്വാസത്തിന്റെ ആത്മാവ്, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, evil heart, unbelief. Thank you, Holy Spirit. Hallelujah. 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 Listen. രണ്ടാമതായി, healings, power giftil, the important thing is healings. Yes. Hallelujah. Hallelujah. എത്ര പേർക്ക് ഹീലിംഗ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം? Amen. Praise God. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഹോവയായ ദൈവം തിരുവെഴുത്തുകൾക്കകത്ത് തന്നെ തന്നെ താൻ പരിചയപ്പെടുത്തുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മോശ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? മിസ്രയീമ്യർ എന്നോട് എന്നെ അയച്ചത് ആരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ ദൈവം മോശയോട് പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകും. നിന്റെ ജീവിതത്തിൽ എന്താണോ ഞാൻ ആകേണ്ടത് അത് ഞാനാകുന്നു. ഞാൻ നിനക്ക് സൗഖ്യമാണോ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. നിനക്ക് സമാധാനമാണോ, ഞാൻ നിന്റെ സമാധാനദായകൻ. നിനക്ക് ഡെലിവറൻസ് ആണോ, ഞാൻ നിന്നെ വിടുവിക്കുന്നു. പക്ഷെ ദൈവം ഒരിക്കൽ താൻ ആര് എന്ന് പരസ്യമായി വെളിപ്പെടുത്തിയത് എക്സോഡസ് ചാപ്റ്റർ 15:26, പുറപ്പാട് 15:26 ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു.
I am the Lord that healer thee. I am your God, God of healing. Amen. Let us say everyone, my God, He is the God of healing. God of healing. He is the God of healing. God of healing. I am feeling the presence of the Lord. Hallelujah. Hallelujah. ഈ രണ്ട് പവർ ഗിഫ്റ്റിൽ രണ്ട് കാര്യങ്ങളാണ്. വൺ ഈസ് ഹീലിംഗ്സ് ആൻഡ് വൺ ഈസ് വർക്കിംഗ് മിറക്കിൾസ്, അല്ലേ? Yes. പാസ്റ്റർ മലയാളത്തിൽ നിന്ന് വായിച്ച കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് രോഗശാന്തികളുടെ വരവും വീര്യപ്രവൃത്തികളുടെ വരവും. വർക്കിംഗ് മിറക്കിൾസ് ആൻഡ് ഹീലിംഗ്സ്. Yes. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോൾ അത് ഗ്രാജുവലായി സംഭവിക്കും, സഡനായി സംഭവിക്കും. ചിലത് ദൈവ പദ്ധതിയിൽ അങ്ങനെ തുടരും. Yes. നിങ്ങൾക്ക് മനസ്സിലായില്ല. Yes. Amen. ഇപ്പോ കൂനയായ സ്ത്രീയോട് അവളുടെ മേളിൽ യേശു കൈവച്ചു. ക്ഷണത്തിൽ അവൾ നിവർന്നു. പറഞ്ഞ് ക്ഷണത്തിൽ നിവർന്നു. ക്ഷണത്തിൽ. ദൈവത്തെ മഹത്വപ്പെടുത്തി. Amen. സഡൻ, Yes. സഡൻലി, Yes. സഡൻലി she get a deliverance. Yes. എന്നാൽ 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. ആ 10 കുഷ്ഠരോഗികളുടെ മേളിൽ യേശു കൈവച്ച് പ്രാർത്ഥിച്ചു. Amen. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴും അവർ കുഷ്ഠരോഗികൾ തന്നെയായിരുന്നു. Yes. യേശു പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിച്ചില്ല. ബൈബിൾ പറയുന്നു അവർ പോകുന്ന വഴിയിൽ അവർ സൗഖ്യം പ്രാപിച്ചു. Amen. Yes. ചില ഹീലിംഗ്സ് ഗ്രാജുവൽ ആയിരിക്കും. Amen. Hallelujah. അന്നേരം അറിയത്തില്ല. ചിലപ്പോൾ പിറ്റേ ദിവസം നേരം പുലർന്ന് എഴുന്നേറ്റ് കിച്ചണിൽ ജോലിക്ക് കയറി കുറച്ചു നേരം പണിയെടുത്ത് കഴിയുമ്പോഴായിരുന്നു ഇപ്പം ഞായറാഴ്ച ചർച്ചിൽ പ്രാർത്ഥിച്ചതാ. അന്നേരം ഒന്നും മനസ്സിലായില്ല, കൈയും പൊക്കിയില്ല, അല്ലെങ്കിലും പൊക്കാറില്ല, ഒന്നും മനസ്സിലായില്ല. പക്ഷേ തിങ്കളാഴ്ച പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ പെയിൻ ഇപ്പം തോന്നുന്നില്ലല്ലോ. Yes. അന്നേരം മനസ്സിലാക്കണം കർത്താവ് നിന്നെ സൗഖ്യമാക്കിയതാണ്. Amen. Hallelujah. ചിലത് സഡൻലി സംഭവിക്കാം, Yes. ചിലത് പിന്നെ നമ്മൾ അറിയത്തുള്ളൂ, Amen. പിന്നീട് നമ്മൾ അറിയത്തുള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറ. Hallelujah. Praise God. ഒത്തിരി അനുഭവങ്ങൾ ഇതുമായി പങ്കുവയ്ക്കാനുണ്ട്. ഹീലിംഗിന്റെ വിഷയത്തിൽ പറഞ്ഞാൽ തീരാത്ത, എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. Amen. Amen. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്സ്പീരിയൻസ്. പക്ഷെ നമുക്ക് ഈ ഓൺലൈൻ സർവീസിൽ അതിനുവേണ്ടി സമയമെടുക്കാനില്ല. Amen. എന്നാൽ മിറക്കിൾസ് അങ്ങനെയല്ല. Yes. മിറക്കിൾസ് എന്ന് പറയുന്നത്, അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് സഡൻ ആയിരിക്കും. ചെങ്കടൽ രണ്ടായത് ഒരു അത്ഭുതമാണ്. Amen. Amen. ഹല്ലേലൂയ. Hallelujah. യോർദാനെ ദൈവം രണ്ടാക്കിയത് ഒരു അത്ഭുതമാണ്. Yes. ഹല്ലേലൂയ. Hallelujah. സഡൻലി മരണത്തെ ജയിച്ച് ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് ആ മനുഷ്യരുടെ കാഴ്ചയിൽ സഡൻലി സംഭവിച്ച ഒരു അത്ഭുതമാണ്. Yes. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്നുകൊണ്ട് യേശു ലാസറിനെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഹീലിംഗ് അല്ല കാണുന്നത്, ഞാൻ അവിടെ മിറക്കിളാണ് കാണുന്നത്. Amen. Hallelujah. Yes. Praise God. That is a miracle. Amen. Glory to God. Jesus. Thank you, Holy Spirit. Hallelujah. Listen, എവിടെ തുടങ്ങണം, അത് എവിടെ കൊണ്ട് നിർത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. The gift of healing is very important. Amen. Amen. That is very important. Yes. രോഗശാന്തി അത് ഫെയ്ത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ പവർ ഗിഫ്റ്റ്. Yes. ഞാൻ ഇന്നേക്ക് ചില വർഷം, എനിക്കൊന്നൊരു 4 വർഷം മുമ്പ് 2019 എൻ്റെ ചിന്ത. 19 21 എന്ന് എനിക്കറിയില്ല. ഓക്കെ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷന് ചിങ്ങവനത്ത്, അവിടുത്തെ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചിട്ട്
പാസ്റ്റർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പ്രസംഗിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുമ്പം അന്ന് കർത്താവിൻ്റെ ദാസൻ എന്ന നിത്യതയിൽ വിശ്രമിക്കുന്ന വി എ തമ്പിച്ചായന് അവരുടെ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞാനും അദ്ദേഹത്തിൻ്റെ മകൻ പാസ്റ്റർ ബിജു ഞങ്ങൾ ഒന്നിച്ച് ആ വീട്ടിൽ പോയിരിക്കുമ്പം കൺവെൻഷൻ കഴിഞ്ഞ് വി എ തമ്പിച്ചാൻ ഓടി അവിടെ വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞപ്പം എൻ്റെ അടുത്ത് വി എ തമ്പിച്ചാൻ ഭയങ്കര ഗൗരവത്തോടെ ചോദിച്ചു, ടിനു പാസ്റ്ററേ, ഇന്നെന്താ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞേ? ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അയ്യോ അങ്ങനല്ല, ഞാൻ വിചാരിച്ചത് ഇവരെയെല്ലാം മുന്നോട്ട് വിളിച്ച് നിർത്തി അവരുടെ തലയ്ക്ക് കൈവച്ച് പാസ്റ്റർ പ്രാർത്ഥിക്കുമെന്നാണ്. ഞാൻ വി എൻ തമ്പിച്ചാനോട് പറഞ്ഞു, പക്ഷേ ജനറൽ കൺവെൻഷനൊക്കെ ആണല്ലോ, നമ്മൾ അങ്ങനൊരു ഡെലിവറൻസ് സെഷന് വേണ്ടി ടൈം എടുക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇനി എങ്ങും ചെയ്യരുത്. അങ്ങനെ ഇനി ഒരു അപ്പോസ്തലൻ എനിക്ക് തരുന്ന മെന്റർഷിപ്പാണ്. അങ്ങനെ ഇനി എങ്ങും ചെയ്യരുത്. കാരണം ഈ കൃപയുള്ളവനെ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. രോഗികളെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹം, എനിക്ക് തോന്നുന്നു 2000-ലധികം 10,000-ഓളം സഭകൾ സ്ഥാപിച്ച ഒരു അപ്പോസ്തലനാണ് അവരുടെ കൂട്ടായ്മ. ആ ദൈവമനുഷ്യൻ എന്നോട് പറയുകയായിരുന്നു, 2-3 അനുഭവങ്ങൾ. നോർത്ത് ഇന്ത്യയിൽ ഒരു ഉന്തുവണ്ടിക്കാരൻ, പച്ചക്കറി കൊണ്ട് നടക്കുന്ന ഒരു ഉന്തുവണ്ടിക്കാരൻ്റെ ഭാര്യയുടെ കഴുത്തിലുണ്ടായിരുന്ന മുഴ സൗഖ്യമായത്. പുള്ളി പറയുകയാണ്, ഞങ്ങൾക്ക് ആ സ്ഥലത്തൊരു പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രവർത്തനം ആരംഭിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഞാൻ എന്നിട്ട് 1.5-2 ആഴ്ചയോളം അവിടെ സ്റ്റേ ചെയ്തു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്തെങ്കിലും ഇവിടെ ചെയ്യണം, എന്തെങ്കിലും ഇവിടെ ചെയ്യണം. നോർത്ത് ഇന്ത്യയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വി എ തമ്പിച്ചാൻ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് റോഡ് സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പച്ചക്കറി കടക്കാരൻ ഒരു ഉന്തുവണ്ടിക്കകത്ത് പച്ചക്കറിയുമായിട്ട് ഇങ്ങനെ പച്ചക്കറി വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവുകയാണ് ആളുകൾ മേടിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം വന്ന് ഇവിടെ നിന്നപ്പോൾ വി എ തമ്പിച്ചാൻ അവരോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ തൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നപ്പോൾ വി എ തമ്പിച്ചാൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ കഴുത്തിലൊരു മുഴയുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. വി എ തമ്പിച്ചാൻ ആ സഹോദരിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഓൺ ദി സ്പോട്ടിൽ സൗഖ്യം ഉണ്ടായി. വി എ തമ്പിച്ചാൻ പറയാണ്, ഞാൻ 2 ആഴ്ചയായിട്ട് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സോൾസിനെയും കിട്ടുന്നില്ലായിരുന്നു, അങ്ങനെ ഒരു വേ ഓപ്പൺ ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സഹോദരിയിൽ ഒരു സൗഖ്യം ഉണ്ടായത്. ആ സൗഖ്യം നടന്ന സഹോദരന്റെ, ആ പച്ചക്കറി കടക്കാരന്റെ സഹോദരിയുടെ വീടിന്റെ മുറ്റത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ ആ ഞായറാഴ്ച ആരാധന തുടങ്ങി. ഇപ്പോഴാ സ്ഥലത്ത് 100 കണക്കിന് സഭകളുണ്ട്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, എല്ലാ സഭകളും ആരംഭിക്കപ്പെട്ടതും എല്ലാ ഉണർവുകളും ഉണ്ടായത്, ഇന്നത് പലരും മറന്നുപോയാലും പലരുടെയും ജീവിതത്തിൽ ഉണ്ടായ വിടുതലുകളും സൗഖ്യങ്ങളുമാണ്. പലരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഡെലിവറൻസുകളാണ്. ജാതികളായിട്ടുള്ളവർ, അക്രൈസ്തവരായിട്ടുള്ളവർ, ദൈവം എന്തെന്നും സത്യം എന്തെന്നും വചനം എന്തെന്നും അറിഞ്ഞുകൂടാത്ത പലരും ദൈവത്തെ അനുഭവിച്ചു. ആ ശക്തി അവർ അനുഭവിച്ചു, ആ സൗഖ്യം അവർ അനുഭവിച്ചു. കാരണം യേശു തന്നെ പറയുന്നു, ജാതികൾ അടയാളം അന്വേഷിക്കുന്നു. Signs and wonders, miracles and healing. It's a very important thing. It's a very important thing. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. ഒരു കുടുംബത്തിലെ അശുദ്ധാത്മാക്കൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, ആ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ആ ദേശത്തിന് തന്നെ വിടുതലാകുകയാണ്. ഈ കോവിഡിന്റെ സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്.
ഇൻക്ലൂഡിങ് മീ ഓൾസോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിതിനെ എനിക്ക് ആൻസർ തന്നെ. ഈ പല ആളുകളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും, പല ആളുകളും തെറ്റായ സന്ദേശങ്ങൾ, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, വിമർശനങ്ങൾ, തിന്മകൾ നമ്മളിൽ വിതയ്ക്കാൻ നോക്കുമ്പോഴും, സാധുക്കളായവർ അറിയാൻ മേലാത്ത പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയപ്പോഴും, നമ്മളിൽ പലരും തെറ്റിദ്ധരിക്കാതിരുന്നതും അവിശ്വസിക്കാതിരുന്നതും പിന്മാറാതിരുന്നതും നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടായ വ്യക്തിപരമായ അനുഭവങ്ങളിലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ആത്മീയത ഒരു അഭിനയമല്ല, സ്പിരിച്വാലിറ്റി ഈസ് ആൻ എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ടിങ്. ദൈവത്തെ അനുഭവിച്ചറിയുക, അവന്റെ ശക്തി അനുഭവിക്കുക. യേശുവിനെ അനുഭവിച്ച പത്രോസ്, യേശു ആരെന്നും അവന്റെ ശക്തി എന്തെന്നും യഥാർത്ഥമായി പീറ്റർ അനുഭവിക്കുന്നതിന് മുൻപ് അവൻ തള്ളിപ്പറഞ്ഞു, ആണയിട്ടു, പ്രാഗി. പക്ഷേ താൻ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചപ്പോൾ, യേശുവിന്റെ പുനരുത്ഥാനത്തിന് താൻ സാക്ഷിയായപ്പോൾ, കർത്താവിന്റെ സ്വർഗാരോഹണം താൻ കണ്ടപ്പോൾ, താൻ ആ ദൈവശക്തി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ, റോമൻ ഗവൺമെന്റ് പത്രോസിനെ കൊല്ലാനായി കോടതി വിധിക്കുമ്പോൾ, കോടതിയോട് പത്രോസ് ആവശ്യപ്പെടുകയാണ്, അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എന്നെ തലകീഴായി ക്രൂശിക്കണം. പീറ്റർ പറയുന്നു, എന്നെ തലകീഴായി ക്രൂശിക്കണം. കോടതി ചോദിച്ചു, റോമൻ കോടതി ചോദിച്ചു, നിന്നെ എന്തിനാണ് തലകീഴായി ക്രൂശിക്കുന്നത്? പത്രോസ് പറയുന്നു, എനിക്ക് എന്റെ പ്രാണനാഥന്റെ പാദം ചുംബിച്ചു മരിക്കണം. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപ്, ദൈവശക്തി അനുഭവിക്കുന്നതിന് മുൻപ്, നിസ്സാരം ഒരു പെങ്കൊച്ചിന്റെ മുമ്പിൽ വരെ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഈ മനുഷ്യൻ കർത്താവിനെ അനുഭവിച്ചപ്പോൾ, അവന്റെ ശക്തി അനുഭവിച്ചപ്പോൾ, അവന്റെ മഹിമ അവൻ കണ്ടപ്പോൾ, അത് പേഴ്സണലി അവൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ, അവൻ മരിക്കാനും തയ്യാറാകുകയാണ്. അനുഭവമില്ലാത്തവരുടെ അനുഭവ സാക്ഷ്യം കേൾക്കാൻ നിൽക്കരുത്. നിങ്ങൾ 10 പേരോട് പ്രവചിച്ച്, ആ പ്രവചനങ്ങൾ ഒരാളോടെങ്കിലും പ്രവചിച്ച്, ഒരാളിനെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച്, നിങ്ങളിലൂടെ ഒരു സൗഖ്യം യേശു കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഹീലിംഗ് മിനിസ്ട്രിയെ കുറിച്ച് സംസാരിക്കാൻ വരാവൂ. ഒരാളിനോടെങ്കിലും നിങ്ങൾ പ്രവചിച്ച് ആ പ്രൊഫറ്റിക് എന്തുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രൊഫറ്റിക് മിനിസ്ട്രിയെ കുറിച്ച് സംസാരിക്കാൻ വരാവൂ. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സുവിശേഷം പറഞ്ഞ് അനേക ജാതികളെ ആത്മഹത്യയിൽ നിന്നും തിന്മയിൽ നിന്നും പിശാചിന്റെ വായിൽ നിന്നും വലിച്ചെടുത്ത് സ്നാനത്തിലേക്ക് നയിച്ച് ആയിരങ്ങളെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു മനുഷ്യനെ കട്ടിലിന്റെ പുതപ്പിന്റെ കീഴിൽ കിടന്ന് AC ഓൺ ചെയ്ത് ചിക്കൻ ബിരിയാണിയും കഴിച്ച്, ഒരാത്മാവിനെ പോലും നേടാത്ത നിനക്ക് ആ വ്യക്തിയെ കുറിച്ച് പറയാൻ ഒരു വോയിസും ഇല്ല. ഇത് അനുഭവമാണ്. ക്രിസ്തുവിനെ അനുഭവിക്കുക, അവന്റെ ശക്തി അനുഭവിക്കുക, അവന്റെ മഹത്വം അനുഭവിക്കുക, അവന്റെ മഹത്വം കണ്ടറിയുക, അകത്ത് കത്തിയ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുക. യേശുവിന്റെ കരങ്ങളിൽ ആണികൾ തറയ്ക്കപ്പെട്ടപ്പോൾ, കാലുകളിൽ കാരിരുമ്പാണികൾ ആഴത്തിലിറങ്ങിയപ്പോൾ, പരീശ സമൂഹം, പുരോഹിത സമൂഹം, വിമർശക തൊഴിലാളികൾ അന്ന് കരുതിയത് എന്നാന്നറിയാമോ? ഇനി ഒരു രോഗി സൗഖ്യമാകുകയില്ല. ഇനി തെരുവിലെങ്ങും ഐ ആം ഹീൽഡ്,
ഐ ആം ഹീൽഡ്, ഞാൻ സൗഖ്യമായി എന്നും പറഞ്ഞ് ഒരുത്തനും നടക്കുകയില്ല. പക്ഷേ പരീശന്മാർ അറിഞ്ഞില്ല, വിമർശകന്മാർക്ക് മനസ്സിലായില്ല. ആ കയ്യിലോട്ട് ആണി കീറിയ കാരണം കൊണ്ട് ലക്ഷക്കണക്കിന് കരങ്ങളെ സൗഖ്യത്തിന് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയായിരുന്നു. My God is a God of healing. Lift your hand, lift your hand. Lift your voice and praise Him. Praise Him. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Lord, you are the healer. You are the healer. You are the healer. Amen. You are the God that healed me. You are the God, my healer. You sent your word and healed my disease. You are the God, my healer. Lift your voice and praise Him. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. You are my healer, you are my healer, Lord. വചനത്തിൻ ആജ്ഞയാൽ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. എൻ വചനത്തിൻ ആജ്ഞയാൽ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. Listen to me. It's a power gift. Healing. Healing. Thank you, Holy Spirit. Thank you, Jesus. എപ്പോഴും ഓർക്കണം, ഗിഫ്റ്റ് നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളതല്ല. ഒരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയാൽ, നമുക്ക് ലഭിച്ചാൽ അത് മറ്റൊരാൾക്ക് കൊടുക്കുവാനുള്ളതാണ്. ഗിഫ്റ്റ് എപ്പോഴും പാസ് ചെയ്യാനുള്ളതാണ്, കൊടുക്കുവാനുള്ളതാണ്. നമ്മിൽ ലഭിച്ച ദൈവിക കൃപാദാനങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതാണ്. Thank you, Holy Spirit. Listen to me. ഞാൻ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത സർവീസുകളിൽ ഒത്തിരി ഇതുമായി കണക്ട് ചെയ്തുള്ള which one is right, which one is fake എന്നുള്ള വിഷയം, ഏതാണ് ഇതിൽ കൃത്യമായത്, എന്താണ് ഇതിൽ റോങ് ആയി നടക്കുന്നത് എന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എപ്പോഴും ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ട്. ദൈവം ഒരാലോചന പറയുമ്പോൾ അത് സംഭവിക്കും, അതിന് റിസൾട്ട് ഉണ്ട്. ദൈവം സംസാരിച്ചാൽ ആ വ്യക്തി ദൈവത്തിലേക്ക് അടുപ്പിക്കപ്പെടും. എനിക്ക് സന്തോഷത്തോടെ കർത്താവിനോട് പറയാൻ കഴിയും, ഈ ശുശ്രൂഷകളിലൂടെ ഒത്തിരിയില്ല, കോടികളും ലക്ഷങ്ങളും ഒന്നും ചിലപ്പോൾ കണ്ടു കാണത്തില്ല, എങ്കിലും ആയിരങ്ങളെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ കർത്താവിനെ ഈ ശുശ്രൂഷയിലൂടെ അറിയുന്നു. പക്ഷേ വിവിധ ചർച്ചുകളിലായി ആയിരങ്ങളെ സ്നാനപ്പെടുത്തി കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ ദിവസം കാർലയിലുള്ള ജോവിൻ, ഈ സൂമിൽ ജോയിൻ ചെയ്ത UK കാർലയിലുള്ള ജോവിൻ പറഞ്ഞൊരു ടെസ്റ്റ് മണിയുണ്ട്. ആ വിശ്വാസിയായ മനുഷ്യനോട് അന്ന് ഒരു പ്രൊഫസി അവിടെ വെച്ച് പറഞ്ഞു.
ആ മനുഷ്യൻ നെടുമ്പാട് വീണ് തന്നെ ദൈവം അറിയുന്നു എന്നുള്ള ബോധ്യത്തിൽ ഭയന്ന് നിലവിളിച്ച് കരഞ്ഞു. ജോവിൻ പറയുന്നു, കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഇന്ന് ആ മനുഷ്യൻ എല്ലാ സഭായോഗങ്ങളിലും പങ്കെടുക്കുന്നു. ദൈവം ഒരാളോട് ദൈവമാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാകും. പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു 2 ആഴ്ചക്കകത്ത് 100 പേരെ സ്നാനപ്പെടുത്തി നമ്മുടെ ശുശ്രൂഷയിലും, അല്ലേ? 100 people. പിശാച് ചെയ്യുന്ന കാര്യമല്ല. That is by the power of the Holy Spirit. പിശാച് ഒരിക്കലും നന്മ ചെയ്യത്തില്ല. പിശാച് ഒരിക്കലും ഒരുത്തനെ കർത്താവിലോട്ട് അടുപ്പിക്കത്തില്ല. പിശാച് ഒരിക്കലും ഒരുത്തനോട് നീ പാപം ചെയ്യരുതെന്നും സ്വർഗത്തിൽ പോകണമെന്നും വിശുദ്ധിയോടെ ജീവിക്കണമെന്നും സ്നാനപ്പെടണമെന്നും രക്ഷിക്കപ്പെടണമെന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിലെ പിതാവിൽ നിന്ന് വരും. പിശാചും ഒരുപക്ഷെ അത്ഭുതങ്ങൾ കാണിക്കുമായിരിക്കും, അവനും എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ഇടുമായിരിക്കും, സാത്താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും പിശാച് ഒരു മനുഷ്യനെയും ജീവനുള്ള ദൈവത്തിലേക്കും തന്റെ വചനത്തിലേക്കും നിത്യതയിലേക്കും അടുപ്പിക്കുന്നില്ല. I thank you, Lord, for your wonderful power and your word. Yes, Lord Jesus. I thank you, Jesus, for all the pastors. Thank you, Jesus. Hallelujah. All the minister of gospel. Amen. Who is working with me. Amen. In El Shaddai ministry. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. 3 മില്യൺ ആളുകളെ 400 വർഷം 3 മില്യൺ ആളുകളെ 400 വർഷം ചെരുപ്പ് തേയാതെ വസ്ത്രം ജീർണിക്കാതെ സൗഖ്യത്തോടെ ദൈവമായ കർത്താവ് കൊണ്ട് നടത്തി. സൗഖ്യത്തോടെ. 105 സങ്കീർത്തനം 37 വാക്യം, ഞാൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. വായിക്കാം. അവരുടെ ഗോത്രത്തിൽ സാംസ് 105 വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. 37 അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഈ 3 മില്യൺ ആളുകളിലും സൗഖ്യത്തോടെ ഒരു ബലഹീനനും ഉണ്ടാകാതെ കർത്താവ് അവരെ കൊണ്ടു നടത്തി. My God is a God of healing. ഈ gift of healing, we are talking related to the gift of healing. The gift of healing is operating by faith. Yes. That is a power gift. Amen. ഇതാദ്യം ഓപ്പറേറ്റ് ചെയ്ത ആള് തന്നെ, ബൈബിളിൽ ഇതാദ്യം ഓപ്പറേറ്റ് ചെയ്ത ആള് തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. വേദപുസ്തകത്തിൽ വിശ്വാസത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? പ്ലീസ് ലെറ്റ് മീ നോ ഓൾ ദ പീപ്പിൾ. എനിക്ക് സൂമി കാണാം അവരുടെ ചുണ്ടനക്ക് പറയുന്നത് ഏബ്രഹാം. യാ, ഈ രോഗശാന്തിയുടെ പ്രാർത്ഥന അബ്രഹാമിന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ഉൽപ്പത്തി പുസ്തകം 20 അധ്യായം 17-18 വാക്യം. ജെനസിസ് ചാപ്റ്റർ 20 വേഴ്സ് 17 and 18. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമലേക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. ഹല്ലേലൂയ. അബ്രഹാം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ കൂട്ടമായ വിടുതൽ നടന്നു. അബീമലേക്കിനെയും അവന്റെ ഭാര്യയും അവന്റെ ദാസിമാരെയും അവിടെ നിന്ന് മുഴുവൻ എണ്ണവും ഹീലായി. Listen to me. So Abraham prayed unto God and God healed. Amen. Amen. God healed. Yes. Amen. Amen. അബ്രഹാം ഉൽപ്പത്തി പുസ്തകം മുതൽ അബ്രഹാമിന്റെ കാലം മുതൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു ഹീലിംഗ് മിനിസ്ട്രി. Amen. 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 Hallelujah. Hallelujah. Thank you. We are the seed of Abraham. Amen. നമ്മൾ അബ്രഹാമിന്റെ വിശ്വാസികൾ അത്രേ, അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. We are the seed of Abraham. Thank you, Holy Spirit of God.
ഹല്ലേലൂയ. Hallelujah. അങ്ങനെയാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴും അനേകർ സൗഖ്യം പ്രാപിക്കുവാനിടയാകും. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Just lift your hands. Your right hand. Your right hand. Because your right hand is representing the power. Yes. Thank you, Jesus. Power. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു. Amen. അവന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. Yes. Right hand. Amen. Thank you, Holy Thank you, Spirit. Jesus. Lift up your right hand. Lord, use these hands Amen. in the name of Jesus. Yes. കർത്താവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങളെ Yes. നീ ഉപയോഗിക്കണമേ. Receive it. You receive it. അനേകരുടെ സൗഖ്യത്തിനായി, Amen. Amen. അനേകരുടെ വിടുതലിനായി, Amen. അനേക ഭൂതങ്ങളെ പുറത്താക്കാനായി, Amen. അനേക രോഗികളെ സൗഖ്യമാക്കുവാനായി, Amen. അനേക കുടുംബങ്ങളുടെ വിടുതലിനായി, Receive Lord, use this hand Receive it in the mighty name of Jesus. Yes. Receive it. Thank you, Holy Spirit. Hallelujah. Thank you, Holy Spirit. Thank you, Lord Jesus. Thank you, Holy Spirit. Thank you, Jesus. Hallelujah. Hallelujah. Blessed be the name of the Lord. Amen. The Lord is going to use your hands. Amen. The Lord is going to use your words. Yes. Oh, hallelujah. Operate it by faith. Yes. Operate it by faith. Amen. ഇത് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടട്ടെ. Yes. ഇത് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടട്ടെ. Amen. ഒത്തിരി മിറക്കിൾ ടെസ്റ്റിമണികൾ ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ദേശത്തിൽ അനേകർ സൗഖ്യം പ്രാപിക്കട്ടെ. Amen. നിങ്ങളുടെ ഭവനത്തിൽ ചിലർ സൗഖ്യമായ കാരണങ്ങൾ കൊണ്ട്, വിടുതൽ പ്രാപിച്ച കാരണങ്ങൾ കൊണ്ട്, Yes. പാസ്റ്റർ, യു ഷെയർ ഇറ്റ് ദ ടെസ്റ്റിമണി. വർക്കലയിലുള്ള സഹോദരി 101 പേരെയും കൊണ്ട് Yes. 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 Amen. ഈ ചർച്ചിൽ വന്ന ടെസ്റ്റ്. സമച്ച, യു നോ ദാറ്റ്? Yes. ബാബു ബ്രദർ, യു നോ ദാറ്റ് കേസ്? Yes. Yes. Amen. വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അവരുടെ വായിൽ ക്യാൻസർ ആയിരുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ വീർത്ത് ഈ ചുണ്ടിൻ്റെ ഈ ഭാഗം എല്ലാം പൊട്ടി വ്രണായിരിക്കുകയായിരുന്നു. അപ്പോൾ അവര് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരല്ല. അവരിവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നേരമാണ് അവർ പറയുന്നത്, ഇതേ വായിൽ ക്യാൻസർ വന്ന് അവരുടെ അണ്ണൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഭാഷയാണ്, വർക്കല, അവരുടെ ബ്രദർ മരണപ്പെട്ടു. ഈ പുള്ളിക്കാരിയുടെ അമ്മ വായിൽ ക്യാൻസർ വന്നാണ് മരിച്ചത്. ഈ സഹോദരിയുടെ മൂത്ത ജ്യേഷ്ഠൻ വായിൽ ക്യാൻസർ വന്നാണ് മരിച്ചത്. ഇവരും ഇതേ വായിൽ ഈ ഭാഗത്ത് ക്യാൻസർ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവും, ഫോർ ഫാദേഴ്സ്. പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, ക്രിസ്തുവിന്റെ നിഷ്കളങ്കവും നിർദോഷവുമായ ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. ഞാൻ ഈ സഹോദരിയുടെ യേശുവിനെ കുറിച്ച് സംസാരിച്ചു. 2 തവണ അവർ ദൂരേക്ക് തെറിച്ചു വീണു. അവര് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുവാനായിട്ട് ഇടയായി, ഇവർ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇവിടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ് ഈ ചർച്ചിനകത്ത്. ആ മീറ്റിംഗ് നടക്കുമ്പോൾ, ആ ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സ് ബ്രേക്കിംഗ് സെഷൻ, ആ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് ഈ ചർച്ചിൽ വന്നപ്പോൾ ഒരാളെയും കൂടെ പുതുതായി കൊണ്ടുവന്നവർ കൈകൾ ഉയർത്താൻ പറഞ്ഞു. അപ്പോൾ കുറച്ചു പേര് കൈപൊക്കി. പക്ഷെ ഭയങ്കര ജനക്കൂട്ടമായിരുന്നു അന്നത്തെ മീറ്റിംഗ്. ഉടനെ ആ സോണിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത്, ഈ 2ാമത്തെ പോസ്റ്റിന്റെ അവിടെ ഒരു സഹോദരി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനിന്ന് 101 പേരെ കൊണ്ടുവന്നു. നിങ്ങൾക്കറിയോ ആ സംഭവം? ഇവിടെ ഇരിപ്പുണ്ട് അതിന്റെ സാക്ഷികൾ.
എന്താണെന്നറിയാമോ? ഈ സൗഖ്യമായ വർക്കലയിലുള്ള ഈ സ്ത്രീ അവരുടെ കോളനിയിൽ മുഴുവൻ കയറി ഇറങ്ങി പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കി, എന്റെ അണ്ണനെയും എന്റെ അമ്മയും കൊണ്ടുപോയ രോഗം എന്നെ യേശു വിടുവിച്ചു, എന്നെ കർത്താവ് ഹീൽ ചെയ്തു. നിങ്ങളും ആ യേശുവിൽ വിശ്വസിക്കണം. നിങ്ങളും എന്നിട്ട് അവരുടെ നാട്ടിൽ നിന്ന് അവരുടെ കോളനി, ഇപ്പൊ കോളനി എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ പാടില്ല, അവരുടെ ആ സ്ഥലത്ത് നിന്ന് അവര് കളക്ഷൻ ഇട്ട് പൈസ ഇട്ട് കളക്ട് ചെയ്ത് വണ്ടി വിളിച്ച് 101 പേരുമായിട്ടാണ് അവർ അന്നത്തെ മീറ്റിംഗിൽ വന്നത്. വർക്കലയിൽ നിന്ന് മാത്രം. Thank you, Holy Spirit. One healing. Amen. One healing. Amen. അലഹബാദിൽ RB ലാൽ എന്ന് പറയുന്ന ഒരു കർത്തൃദാസനുണ്ട്. RB ലാൽ അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സഭയിൽ 12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി 6000 പേരുള്ള ഒരു ഗ്രാമത്തെ സുവിശേഷീകരിച്ച ഒരു ചരിത്രം അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊറ്റ കാരണമാണ്, ആ ഗ്രാമത്തലവന്റെ മകൾ ഈ മകളുടെ പ്രാർത്ഥനയിൽ സൗഖ്യമായി. Enter the village, ഗാവ്, ആ ഗാവ് മുഴുവൻ, ആ ഗ്രാമം മുഴുവൻ യേശുവിന്റെ സുവിശേഷം കത്തിപ്പടർന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് സൗഖ്യമാക്കിയ കർത്താവ്, അന്ധന് കാഴ്ച കൊടുത്തവൻ, ചെകിടന് കേൾവി കൊടുത്തവൻ, ഊമരെ സംസാരിപ്പിച്ചവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയവൻ, മുടന്തരെ നടത്തിയവൻ, ഇന്ന് ഒളിവിലല്ല, ലീവിലല്ല, ഖബറിലല്ല, കല്ലറയിലല്ല, മരണത്തെ ജയിച്ച് still is alive, he is working. എൽ ഷദായിലെ ശുശ്രൂഷകരോട് ഞാൻ പറയുന്നു, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നിങ്ങൾ രോഗശാന്തി പ്രസംഗിക്കുന്നവരായിരിക്കണം. ഇന്നലെ ഞാൻ ഇവിടെ വായിച്ചു പറഞ്ഞു, എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ, എല്ലാവരും പ്രവചിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നവരായിരിക്കണം. ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുത്. Read it. 1 Corinthians chapter 12 word 1. I'm going to finish it. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ, നിങ്ങൾ 1 കൊരിന്ത്യർ 12:1 പറയുന്നു, നിങ്ങൾ ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്, അറിയാത്തവരാകരുത്. നിങ്ങൾ ഇഗ്നോറന്റ് ആകരുത്. നിങ്ങൾ അറിയണം. പറഞ്ഞ് ഇത് അറിയണം. ഇതാണ് ഈ കഴിഞ്ഞ 4-5 ദിവസമായി നിങ്ങളെ ഞങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയുക മാത്രമല്ല, 1 Corinthians chapter 14 verse 1, 1 കൊരിന്ത്യർ 14:1, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിക്കുകയും. അറിവ്, ഇതിനെക്കുറിച്ച് ബോധ്യങ്ങൾ ലഭിച്ചവർ മാത്രമായിട്ടല്ല, ഇതിന്റെ ക്ലാസ്സുകൾ കേട്ട് എഴുതിയെടുത്തുകൊണ്ട് പോയവരായിട്ടല്ല, നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങളിലൂടെ കർത്താവ് ഇത് ചെയ്യുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഇത് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു. ചില കേസുകളിൽ ഇത് ഇംപ്ലാന്റ് ചെയ്യപ്പെടും. എന്നാൽ ഇത് വേഗത്തിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടാകണം. നിങ്ങളെ മെന്റർ ചെയ്യുന്ന ഒരു സ്പിരിച്വൽ മെന്റർഷിപ്പ് ഉണ്ടാകണം. നിങ്ങൾക്കൊരു സ്പിരിച്വൽ കവറിംഗ് ഉണ്ടാകണം. The right association and the right connections will equip your ministry, will enlarge your territory. Without Moses there is not Joshua.
Without Eli, the priest Eli, there is no Samuel. Without Samuel, there is not David. Without David, there is not 400 mighty warriors. Without Elijah, there is no Elisha. Without anointed one Jesus Christ, there is not 12 apostles. Without Ananias, there is no Paul. Without Paul, there is no Timothy. Amen. Yes. This is a right connection. This is the right association. Hallelujah. The spiritual covering and the spiritual mentorship Amen. and the spiritual association is the important factor Yes. to uplifting your ministry. Amen. And your grace. Thank you, Jesus. Hallelujah. And your grace. Hallelujah. ഞാനുള്ള വിമർശകന്മാരുടെ എല്ലാം പ്രസംഗം കേൾക്കാൻ പോകുന്ന ആളായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ പഠിപ്പിക്കുകയില്ലായിരുന്നു. അഭിഷേകത്തിനും പരിശുദ്ധാത്മാവിനും എതിരെ സംസാരിക്കുന്നവന്റെ എല്ലാം കമന്റും വായിച്ച് അവന്റെ എല്ലാം ഫേസ്ബുക്കും നോക്കി നടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യില്ലായിരുന്നു. Yes. നീ എന്താണ് വായിക്കുന്നത്? Amen. നീ എന്താണ് കാണുന്നത്? Yes. നീ എന്താണ് നോക്കുന്നത്? Amen. നീ എന്താണ് ശ്രദ്ധിക്കുന്നത്? Yes. നീ ആരെയാണ് കേൾക്കുന്നത്? Amen. നീ എന്താണ് ശ്രദ്ധിക്കുന്നത്? നീ എവിടെയാണ് ആരാധിക്കുന്നത്? Yes. നീ ആരുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? അത് നിന്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. Hallelujah. That will Yes. influence your life. Yes. Yes. Come on, put your hand together and praise the Lord.